ഇച്ചായി! ജീവയുടെ അലർച്ചയിൽ ഡെലന്റെ കയ്യിൽ നിന്ന് ഫോൺ ബെഡിലേക്ക് ഊർന്നു വീണു. കൈമുഷ്ടി ചുരുട്ടി സ്വയം നെറ്റിയിലൊന്ന് അടിച്ചു. ശേഷം അവൻ മേലിനെ തലയിരിച്ച് നോക്കി. അല്പം വീർത്തുന്തിയ വയറിൽ വലം കൈ ചേർത്തു. മറുകൈ ഇടുപ്പിലും കുത്തിക്കൊണ്ട് തന്നെ നോക്കി ദേഷ്യത്തോടെ വാതിൽപ്പടി നിൽക്കുന്ന ജീവയെ കാണെ അവൻ അവളെ നോക്കി വെളുക്കെ ചിരിച്ചു കാണിച്ചു. എന്തോ ആവേ? മുഖത്ത് നിഷ്കളങ്കത വാരി ഉതിരിയുള്ള ഡെലന്റെ ചോദ്യം കൂടി കേട്ടതും ജീവക്ക് പെരുവിരൽ മുതൽ വിറഞ്ഞു കയറി. നീ ചായി പൊട്ടം കളിക്കല്ലേ? നിങ്ങളുടെ താല്പര്യം ചെയ്തറിഞ്ഞായിരുന്നോ? അല്ല, ഞാനിത് ആരോടോ ഈ പറയുന്നല്ലേ. സാധാരണ അപ്പന്മാർ മക്കളോട് തല്ലുണ്ടാക്കിയിരുന്നാ പറയുന്നത്. ഇവിടെ ഒരെണ്ണുണ്ട്, എന്റെ മഹാദേവാ. ആൾ സ്വയം നെറ്റിയിൽ അടിച്ചുകൊണ്ട് ഈശ്വരനെ വിളിച്ചു പോയി. എന്റെ ജീവക്കൊച്ച് അതിനാണ് ഇങ്ങനെ കിടന്ന് അലറിയത്. ഇതൊക്കെ ജീവയുടെ കണ്ണുരുട്ടലിൽ ഡെലൻ പറയാമെന്ന് വിഴുങ്ങി. നിസ്സാരാണ് ഇച്ചായിയെ? കൂടെ പഠിക്കുന്ന ചെറുക്കന്റെ കയ്യിൽ പെൻസിലായിട്ട് നിസ്സാര അല്ലേ? അല്ല, അവനെന്ത് പ്രായമുണ്ട്? 1ാം ക്ലാസ്സിൽ പഠിക്കുന്നവനെ പണി ചെയ്യുന്ന പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? അതെന്താ വിശ്വസിച്ചാല്? ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ ഇതുപോലെ എന്റെ അപ്പനെ കുറിച്ച് ആ സിബി പറഞ്ഞപ്പോൾ ഞാൻ അവനെ മൂക്കിടിച്ച് വരുത്തിയത്. അവനെ എന്റെ മോനാ, കാര്യവും കാരണമൊന്നുമില്ലാതെ എന്റെ ചെറുക്കൻ ആരെയും ദേഹത്തോടില്ല. അത് ഈ ഡെലൻസ് കറിയ ഫിലിപ്പിന് നല്ല ഉറപ്പാ. വലം കൈയാൽ തന്നെ മീശ മുകളിലേക്ക് പിരിച്ചു വെച്ച് ആള് നോക്കിക്കൊണ്ട് ഗർവോട് ഡെലൻ പറഞ്ഞു. ഓ, ലോകത്തെങ്കില്ലാത്തൊരു അപ്പനും മോനും. ഇനി മോനെ കുറിച്ചുള്ള പരാതികൾ വരുമ്പോഴേ അപ്പൊ അതിന്റെ പറയുന്ന അങ്ങ് ഓടിയേക്കണം, എന്നെ നോക്കണ്ട. അവർ നോക്കി ചുണ്ടുകൊട്ടി കാണിച്ച് പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ജീവ തിരിഞ്ഞടക്കാൻ ഒരുങ്ങവേ ഡെലൻ അവളുടെ കൈത്തണ്ടയിലായി കയറി പിടിച്ചു. അങ്ങനെ പോവാതെ അതും പറഞ്ഞുകൊണ്ട് അവനോടെ തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി. ദേഷ്യത്തിലാണോടോ ഭാര്യയെ? അവളുടെ മൂക്കിൻ തുമ്പിൽ തന്റെ മൂക്കിനാൽ മേലെ ഉരസിക്കൊണ്ട് കുറുമ്പോടെ അവൻ ചോദിച്ചു. അവന്റെ ആ ചോദ്യത്തിൽ അവളുടെ ചുണ്ടിലെ ഒരു ചെറുചിരി വിരിഞ്ഞു. ചിരിച്ചു. അപ്പൊ ഇനി പിണങ്ങിയെടുക്കാൻ പറ്റില്ല. അവൻ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവളുടെ മൂക്കിൻ തുമ്പിൽ അമർത്തി ചുംബിച്ചു. ദേ കൊഞ്ചല് വെച്ചായി, അപ്പനെ മോനെ സ്ഥിരം പരിപാടി ചെയ്ത് കുരുത്തക്കേട് നില ഒപ്പിച്ചിട്ട് വന്ന് ഈ പതപ്പിക്കുന്നത്. ആളവന്റെ കയ്യിൽ മെല്ലെ തള്ളി അവന് നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് അവൾ വയറിൽ കൈവച്ചുകൊണ്ട് വേദനയാൽ ചെറു ശബ്ദമുണ്ടാക്കി. എന്താടാ? ജീവയുടെ മുഖം വേദനയാൽ ചുളിഞ്ഞതും നിമിഷ നേരം കൊണ്ട് ഡെലന്റെ മുഖത്തെ കുറുമ്പ് മാറി അവിടെ ആകുലത സ്ഥാനം പിടിച്ചു. ഒന്നുമില്ല എന്റെ ഇച്ചായി, അപ്പനെ പറഞ്ഞ മോൾക്ക് പിടിച്ചില്ല, അതിനൊരു സമ്മാനം തന്ന ആശാത്തി. വയറിൽ മേലെ തലോടിക്കൊണ്ട് ചെറു ചിരിയോടെ അവൾ പറഞ്ഞു. അവളുടെ ആ വാക്കുകൾ കേൾക്കെ അവൻ ചിരിയോടെ അവളെ ബെഡിലേക്ക് ഇരുത്തിയ ശേഷം അവളുടെ വയറിൽ നിന്നും സാരിയുടെ മറനീക്കി. പപ്പയുടെ മുത്തേ. നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്ന അവളുടെ വയറിൽ കൈ ചേർത്തുകൊണ്ട് അരുമയായിട്ട് അവൻ വിളിച്ചതും അവന്റെ കൈയുടെ മേലൊരു തരിപ്പ് അവൻ അനുഭവപ്പെട്ടു. ആ തരിപ്പ് തന്റെ ശരീരമാകെ ഒരു കുളിര് പടർത്തുന്നറിയവേ അവൻ അവിടെ അമർത്തി മുത്തി. ആ നിമിഷം അവിടെ തന്നെ വീണ്ടും ഒരു കുഞ്ഞി ചവിട്ട് അവൾക്ക് കിട്ടി. അവളുടെ നഗ്നമായ വയറിൽ തെളിഞ്ഞു വന്ന ആ കുഞ്ഞി കാൽപാദത്തിന്റെ പാട് കാണെ അവൻ ചിരിയോടെ അവളെ നോക്കി. ആ നിമിഷം അവൾ സന്തോഷത്താൽ നിറഞ്ഞ കണ്ണുകളോടെ നിറച്ചിരിയോടെ അവനെ നോക്കി. അവളുടെ ആ നിറഞ്ഞു തുളുമ്പിയ മിഴികൾ കാണെ അവൻ നിലത്തുനിന്ന് ഉയർന്നുകൊണ്ട് അവളുടെ മിഴികളിൽ അമർത്തി ചുംബിച്ചു. ശേഷം അവന്റെ ചുണ്ടുകൾ അവളുടെ കണ്ണുകളിൽ നിന്നും മെല്ലെ ഉരസി നീങ്ങി അവളുടെ മൂക്കിൻ തുമ്പിലായി വിശ്രമം കൊണ്ടു. അവിടെ നിന്ന് അവന്റെ ചുണ്ടുകൾ താഴേക്ക് അരിച്ചിറങ്ങുന്ന അറിയവേ അവൾ തന്റെ കണ്ണുകൾ ഇറുകെ മൂടിക്കൊണ്ട് അവന്റെ ഷർട്ടിൽ അമർത്തി പിടിച്ചു. അവളുടെ വിറക്കുന്ന അത്രങ്ങളിൽ അവന്റെ അത്രങ്ങൾ ആധിപത്യം സ്ഥാപിക്കാൻ ഒരുങ്ങിയതും എന്നൊരു അലർച്ച അവിടെ മുഴങ്ങി. ആ പ്രതീക്ഷിക്കാതെ കേട്ട അലർച്ചയിൽ അവരിരുവരും ഞെട്ടിലോടെ വിട്ടുമാറി. ഡാടാ, കുരുത്തം കിട്ടതേ വയ്യാത്ത കൊച്ചിനോട് തന്നെ വേണം നിന്റെ തോന്നിയവാസം അല്ലേടാ? ഡെലന്റെ ചെവിക്ക് പിടിച്ച് തിരിച്ചുകൊണ്ട് ഡെലന്റെ അമ്മയായ സെലിൻ പറഞ്ഞു. വിട്ടമ്മച്ചി. ഡെലൻ വേദന കൊണ്ട് വിളിച്ചു പോയി. അതുകൊണ്ട് ജീവ വാപുതി ചിരിച്ചു. അയ്യോ, എന്നാ ഒരു ചിരി! അവനൊന്ന് നോക്കുമ്പോഴേക്കും തക്കാളി പോലെ ചോന്നിരിക്കുന്നവളാ ഈ കിടന്ന് ചിരിക്കുന്നേ. ജീവയുടെ കുടുങ്ങി ചിരിയാണ് അവള് നോക്കി കണ്ണുരുട്ടി പറഞ്ഞുകൊണ്ട് അമ്മച്ചി അവന്റെ ചെവിയിലെ പിടിവിട്ടു. അമ്മച്ചിയുടെ ആ വാക്കുകൾ കേൾക്കെ അവൻ അവളെ നോക്കി കുസൃതി ചിരി ഇരിച്ചു. എന്നാൽ അവൾ അമ്മച്ചിയെ നോക്കി പരിഭവത്തോടെ ചുണ്ടെന്ന് കൂട്ടി. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എന്റെ കൊച്ചെ കുരുത്തക്കേടൊന്നും ഒപ്പിക്കരുതെന്ന്. ഇവനോ വിവരല്ല, നീ കൂടി. അമ്മച്ചി ജീവയോട് പറഞ്ഞുകൊണ്ടിരിക്കെ അമ്മച്ചിയെ നോക്കിക്കൊണ്ട് ഡെലൻ കടുപ്പത്തിൽ വിളിച്ചു. അമ്മച്ചിയുടെ മോനം ക്ഷമിക്ക്, നിനക്ക് വിവരമല്ലോ ബോധമില്ല, നീ ഇവന്റെ കൂടെ കൂടിയ കൊച്ചേ. അവന്റെ ആ വിളികൾക്ക് അമ്മച്ചി ആദ്യം ഡെലനോടായി പറഞ്ഞ ശേഷം ജീവയോടായി ചോദിച്ചു. അമ്മച്ചി. എന്നാൽ അമ്മച്ചിയുടെ ആ സംസാരം കേൾക്കെ അവൻ ദയനീയമായി അമ്മച്ചിയെ നോക്കി വിളിച്ചുപോയി. എന്നാടാ, നിനക്കിന്ന് ജോലിക്കും കൂലിക്കൊന്നും പോകണ്ടായോ? അവൻ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് അമ്മച്ചി ചോദിച്ചു. അത് പിന്നെ അമ്മച്ചിയുടെ ആ ചോദ്യം കേൾക്കെ എന്നും മറുപടി പറയണമെന്ന് ആലോചിച്ചുകൊണ്ട് ഡെലൻ നിന്ന് തപ്പിക്കളിച്ചു. പപ്പ ലീവാ അമ്മച്ചി. ഇത് എവിടുന്ന് ഒരു അശരീരി എന്നോർത്ത് ഡെലൻ തിരിഞ്ഞു നോക്കിയതും കാണുന്നു വാതിൽ പടിയിൽ ഒരു കുഞ്ഞി നിക്കറമിട്ട് കുഞ്ഞരി പുഴുപ്പൽ കാണിച്ച് കുറുമ്പോടെ ചിരിച്ചു നിൽക്കുന്നവനെയാണ്. അതെന്നാടാ ഇന്നൊരു ലീവ്? അമ്മച്ചി ഡെലൻ അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു. അതിലേ അമ്മച്ചി, പാപ്പയ്ക്ക് പനിയാ. ദേവി എന്ന കുട്ടിക്കുറുമ്പനകത്തേക്ക് കയറിയെന്നോട് അമ്മച്ചിയോടായി പറഞ്ഞു. അമ്മച്ചിയുടെ കുഞ്ഞെന്നതാ ഈ പറയുന്നേ, ഇന്ന് പനിയോ?
ഡേവിഡ് ഡെലൻ എന്ന ഡെലന്റെയും ജീവയുടെയും 6 വയസ്സുള്ള കുറുമ്പനെ നിലത്തുനിന്നും വാരിയെടുത്തു. തന്റെ എളിയിലേക്ക് എടുത്തുയർത്തിക്കൊണ്ട് അമ്മച്ചി സംശയത്തോടെ ചോദിച്ചു, ആ അമ്മച്ചി പോമിഷ് പപ്പയ്ക്കിന് പനിയാ, അതുകൊണ്ട് ഇന്ന് അവധിയാന്ന് അമ്മയോട് ഇന്നലെ പപ്പ പറഞ്ഞു. എന്തോ വലിയ കാര്യം കണ്ടുപിടിച്ച് പറഞ്ഞ പോലെ അവൻ ഗമയോടെ കുഞ്ഞിക്കണ്ണുകൾ വിടത്തിക്കൊണ്ട് പറഞ്ഞു. കുട്ടിക്കുറുമ്പൻ ആ വെളിപ്പെടുത്തൽ കേൾക്കെ അമ്മച്ചി ഡെലനെ ഒന്ന് ഇരുത്തി നോക്കി. അമ്മച്ചിയുടെ ആ നോട്ടം കാണെ അവൻ അമ്മച്ചിയെ നോക്കി വെളുക്കെ ചിരിച്ചു കാണിച്ചു. അവന്റെ ആ ജാളിയെ നിറഞ്ഞ ചിരി കണ്ട് അമ്മച്ചിയുടെ ഏണിലിരിക്കുകയായിരുന്ന ഡെവി തന്റെ കുഞ്ഞിക്കൈകൾ കൊട്ടിക്കൊണ്ട് ആർത്തി ചിരിച്ചു. അവന്റെ ആ ചിരി കാണെ നിനക്ക് ഇനിയും മതിയായില്ലടാ എന്നുള്ള ഭാവത്തിൽ ഡെലൻ ഡെവിയെ നോക്കി. അവന്റെ ആ ഭാവം കണ്ടിട്ട് ജീവ പൊട്ടിച്ചിരിച്ചു. എന്റെ കൊച്ചിനെ നോക്കി പേടിപ്പിക്കാതെ പോയി റെഡിയാവിടാ താൻ തോന്നി. ഡെവിയെ ചെറിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുന്നവനെ കാണെ അമ്മച്ചി അതും പറഞ്ഞോണ്ട് തിരിഞ്ഞടന്നു. അമ്മച്ചി തിരിഞ്ഞടന്ന് കാണെ ജിയോ മെല്ലെ തന്റെ കൈ വയറിൽ താങ്ങിക്കൊണ്ട് ബെഡിൽ നിന്ന് എണീറ്റതും ഡെലൻ അവിടെ മുമ്പിലായി പോയി നിന്നു. അവളൊരു പുരികമുയർത്തി എന്തെയ്യുന്ന പോലെ അവനെ നോക്കി. അല്ല, മുടങ്ങിപ്പോയ സമ്മാനങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അമ്മച്ചി ചെയ്തെന്നാ മതിയോ മോനെ? കുറുമ്പ് ചിരിയോടെ ഡെലൻ ജീവയോടായി പറഞ്ഞുകൊണ്ടിരിക്കെ അവന്റെ പുറകിലായി വന്നുകൊണ്ട് അമ്മച്ചി ചോദിച്ചു. എന്റെ പൊന്ന അമ്മച്ചി, എന്നോട് എന്നതാ അമ്മച്ചിക്ക് ഇത്രയ്ക്ക് ശത്രുത? അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനോടൊന്നല്ലല്ലോ, എന്റെ സ്വന്തം ഭാര്യയോടല്ലേ ഞാൻ ഈ സൊള്ളുന്നേ? അവൻ പല്ലി അടിച്ചൊട്ടിച്ചുകൊണ്ട് അമ്മച്ചിയോട് ചോദിച്ചു. ആ പൊന്നു മോനെ ഒന്ന് സൊള്ളിയതിന്റെയാ എന്റെ കൊച്ചി ഇങ്ങനെ ആയത്. ഇനി 6-7 മാസം കഴിഞ്ഞ് നമുക്ക് സൊള്ളാം. അമ്മച്ചി അതും പറഞ്ഞു ഡെവിയെ താഴെ നിർത്തി. 6-7? അമ്മച്ചി പറഞ്ഞേക്ക് ഡെലൻ ഞെട്ടിലോടെ ചോദിച്ചു പോയി. ജീവയാണെങ്കിൽ അമ്മച്ചിയുടെയും മോനെയും സംസാരമെല്ലാം കേട്ടൊരു ചിരിയോടെ നിൽക്കുകയാണ്. അപ്പനെ കളിയാക്കി ചിരിക്കുന്ന ഇഷ്ടപ്പെടാത്ത പോലെ വയറിൽ ഇടയ്ക്കിടയ്ക്ക് അവൾ ചവിട്ടും കിട്ടുന്നുണ്ട്. പിന്നല്ലാണ്ട് പ്രസവം കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞിട്ട്. അമ്മച്ചി അതും പറഞ്ഞുകൊണ്ട് ജീവയും കൂട്ടി മുറിവിട്ടിറങ്ങി. അവർ പോകുന്ന നിരാശയോടെ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു കൈകൂട്ടി ചിരി ഡെലൻ കേൾക്കുന്നത്. അവൻ നോക്കുമ്പോൾ കാണുന്നത് കുഞ്ഞിക്കൈകൾ കൊട്ടിക്കൊണ്ട് അവനെ നോക്കി കളിയാക്കി ചിരിക്കുന്ന ഡെവിയാണ്. എടാ കള്ളച്ചെറുക്ക! അവന്റെ ആ കുഞ്ഞിളം ചിരിയാണ് ഡെലൻ ചിരിയോടെ കുഞ്ഞിക്കുറുമ്പനെ പൊക്കിയെടുത്തുകൊണ്ട് അവന്റെ വയറിൽ ഇക്കിളിയാക്കി. അവന്റെ ആ പ്രവൃത്തിയിൽ കുട്ടിക്കുറുമ്പൻ കുടുകൂടെ പൊട്ടിച്ചിരിച്ചു. പോലീസ് യൂണിഫോം ധരിച്ച് വലത് കൈയിലെ പ്ലാറ്റിനത്തിന്റെ ഇടിവള മറുകൈയാൽ കയറ്റിവെച്ച് നെഞ്ചു വിരിച്ചുകൊണ്ട് സ്റ്റെയർ ഇറങ്ങി വരുന്ന ഡെലനെ ജീവ കണ്ണുകൾ വിടർത്തി നോക്കി നിന്നുപോയി. അവനവളുടെ അടുത്തേക്ക് വന്നിരുന്നു. അവൾ ചിരിയോടെ അവന്റെ മീശ മുകളിലേക്ക് പിരിച്ചു വെച്ചു. അവൻ ചിരിയോടെ അവളുടെ വലം കൈ പിടിച്ചെടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി മുത്തി. പെട്ടെന്ന് സ്റ്റെയറിന്റെ അവിടെ നിന്ന് എന്തോ ശബ്ദം കേട്ടതും ജീവയും ഡെലനും കൂടി അങ്ങോട്ടേക്ക് നോക്കി. ഡെലന്റെ പോലീസ് തൊപ്പിയും വെച്ച് അവന്റെ പോലീസ് ഷൂസ് കുഞ്ഞിക്കാലിട്ടുണ്ട് പ്രയാസപ്പെട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കുറുമ്പനെ കാണാൻ അവരിരുവർക്കും ചിരി പൊട്ടിയെങ്കിലും അവരത് അടക്കി പിടിച്ചു. കുഞ്ഞിക്കൈ സ്റ്റീൽ റെയിലിംഗിൽ പിടിച്ച് കണ്ണിനെ മറക്കുന്ന തൊപ്പി ഒരു കുഞ്ഞിക്കൈയാൽ പിടിച്ചുകൊണ്ട് മെല്ലെ സ്റ്റെപ്പ് ഇറങ്ങിയാണ് കുറുമ്പൻ. ഒരു സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴേക്കും കാലെ ഷൂ അഴിഞ്ഞു പോകും. ആ സമയം തന്നെ തൊപ്പിയും കണ്ണിന് മറയായി വന്നു വീഴും. അപ്പോൾ ആ ഉണ്ടക്കവളി രണ്ടും വീർപ്പിച്ച് തൊപ്പി നേരെയായിക്കൊണ്ട് പിന്നെ ഈ പരിപാടി തന്നെ ആശാൻ തുടരും. ഇത് തന്നെ കുറെ പ്രാവശ്യം സംഭവിച്ചു. ദേഷ്യം വന്ന് കാലിൽ നിന്ന് ഷൂസ് ഊരിയെറിഞ്ഞു. തൊപ്പിയും കുഞ്ഞിക്കൈയിൽ പിടിച്ച് ആ ഉണ്ടക്കവളികളും വീർപ്പിച്ചുകൊണ്ട് കുടുങ്ങി സ്റ്റെപ്പ് ഇറങ്ങി വന്നു ആശാൻ. അതുകൊണ്ട് ഡെലനും ജീവയും പൊട്ടിച്ചിരിച്ചു. അവരുടെ ചിരി കണ്ടതും ഡെവി തന്റെ കുഞ്ഞിക്കണ്ണുകൾ ഉരുട്ടിക്കൊണ്ട് അവരെ നോക്കി പേടിപ്പിച്ചു. എന്നിട്ട് അവിടെ ചിരി നിൽക്കുന്നില്ലെന്ന് കണ്ട് കുഞ്ഞിച്ചക്കൻ തന്റെ അവസാന അടവ് പുറത്തെടുത്തു. ചീവീണ പോലെ അലറി വിളിച്ചങ്ങ് കരഞ്ഞു. അവരുടെ ആ കരച്ചിൽ കേട്ടതും സ്വിച്ചിട്ടതുപോലെ അവരുടെ രണ്ടിനെയും ചിരി അങ്ങ് നിന്നു. അവർ പേടിയോടെ പരസ്പരം നോക്കി. കുറുമ്പന്റെ കരച്ചിൽ കേട്ട് അമ്മച്ചി അടുക്കളയിൽ നിന്ന് ഓടി വന്നു. എന്നതാടാ അമ്മച്ചിയുടെ കുഞ്ഞിനെ എന്നാ പറ്റി? അമ്മച്ചി ഓടി വന്ന് സോഫയിൽ ഇരുന്ന കുറുമ്പനെ തന്റെ മടിയിലേക്ക് പിടിച്ചിരുത്തിക്കൊണ്ട് ചോദിച്ചു. അമ്മച്ചിയെ കണ്ടതും കുറുമ്പന്റെ കരച്ചിലിന്റെ വോളിയം കൂടി. പപ്പ അമ്മ കളിയാക്കി, അവൻ കരച്ചിൽ നിർത്താതെ തന്നെ പറഞ്ഞു. കുഞ്ഞിച്ചെങ്ങുന്ന പരാതികൾക്ക് അമ്മച്ചി ജീവയുണ്ടലിനെ നോയി കണ്ണുരുട്ടി. അമ്മച്ചിയുടെ മാത്രം ജീവനാണ്, അമ്മച്ചിയുടെ മാത്രം കുഞ്ഞ്. ഇടയ്ക്ക് അമ്മച്ചി ഡെവിയെ കൊഞ്ചിക്കുന്ന കാണുമ്പോൾ ഡെലന് പോലും കുശുമ്പ് കയറും. ജീവ എപ്പോഴും ആലോചിക്കും, ഡെവി അമ്മച്ചിയുടെ മകനാണോ അതോ തന്റെ മകനാണോ എന്ന്. അമ്മച്ചി ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോകുന്നതും ഡെലന് അപകടം മണത്തു. അവൻ വേഗം തന്നെ ജീവക്കൊരു ഉമ്മയും കൊടുത്ത് മേശമേൽ നിന്ന് തന്റെ പോലീസ് തൊപ്പി എടുത്തു. ബുള്ളറ്റിന്റെ കീം എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഓടിയിറങ്ങി. അമ്മച്ചി അടുക്കളയിൽ നിന്ന് ചൂരലുമായി വന്നതും ഡെലൻ തന്റെ ബുള്ളറ്റുമായി ഗേറ്റ് അടന്നിരുന്നു. എന്റെ കൊച്ചാ വയറ്റുള്ളതുകൊണ്ട് നീ രക്ഷപ്പെട്ടു, ജീവയെ നോക്കി കപടകരത്തിൽ പറഞ്ഞുകൊണ്ട് അമ്മച്ചി കുറുമ്പന്റെ അടുത്തേക്ക് പോയി. അപ്പോൾ തന്നെ ജീവ അമ്മച്ചിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവിടെ അടുത്തായി ചെന്നിരുന്നുകൊണ്ട് ആ കവളിൽ അമർത്തി ചുംബിച്ചു. ഉമ്മ കിട്ടിയതും അമ്മച്ചിയുടെ കള്ളപ്പിണക്കവും പരിഭവമെല്ലാം മാറി. അവരും ചിരിയോടെ അവൾക്കും കുറുമ്പന്റെ നെറ്റിലായി ഓരോ മുത്തം കൊടുത്തു. ആഹാ, ഇവളെന്തുവാ ഇള്ളക്കുഞ്ഞോ ഇങ്ങനെ വാരി കൊടുക്കാൻ? ശോശാമ്മച്ചേർത്തിയുടെ പരിഹാസത്തോടുള്ള ചോദ്യങ്ങൾക്ക് അമ്മച്ചി തിരിഞ്ഞു നോക്കി. കുറുമ്പനും ജീവക്ക് ഉച്ചയ്ക്ക് ചോറ് വാരി കൊടുക്കുകയായിരുന്നു അമ്മച്ചി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ശോശാമ്മച്ചേർത്തി വരുന്നത്. അമ്മച്ചിയുടെ അയൽവാസിയും കൂട്ടത്തിലെ ഏതോ അകന്നൊരു ബന്ധുവാണ് ഈ ശോശാമ്മച്ചേർത്തി. ചേർത്തിയെ കുശുമ്പിനെയും മറ്റുള്ളവരെ കുത്തി നോക്കുന്നതിനെയും ചെറിയൊരു അസ്കിതയുണ്ട്. അതിലവരുടെ പ്രധാന ഇരയാണ് ജീവ. അതിനെന്നാ ശോശാമ്മയെ നിനക്കൊരു പുച്ഛം? എന്റെ കൊച്ചിന് ഞാനല്ല പിന്നെ വേറെ ആരാഹാരം വാരി കൊടുക്കേണ്ടത്?
അവരുടെ സംസാരം ഇഷ്ടപ്പെടാത്ത രീതിയിൽ അമ്മച്ചി നീരസത്തോടെ ചോദിച്ചു. ആ അതിനിവള് നിന്റെ സ്വന്തം കൊച്ചെന്നല്ലല്ലോടി ശരി, മരുമോളല്ലേ? അത് നേരെ ചൊവ്വേ കയറി വന്നവളാണോ? അതുമല്ല ഏതോ ഒരുത്തന്റെ. ശോശാമേ തന്നെ ഗൗനിക്കാതെ വേറെങ്ങോ നോക്കിയിരിക്കുന്ന ജീവയെ നോക്കിക്കൊണ്ട് പുച്ഛത്തോടെ അവർ പറഞ്ഞുകൊണ്ടിരിക്കെ അമ്മച്ചി അവിടെ നേർക്ക് അലറി. അമ്മച്ചിയുടെ അലർച്ചയിൽ കുറുമ്പൻ പേടിയോടെ അമ്മച്ചിയുടെ മാറിൽ മുഖം പൂഴ്ത്തി. ഒരു നിമിഷം ശോശാമയുടെ വിഷം നീണ്ടിയ വാക്കുകൾ കേട്ട് ജീവയുടെ തൊണ്ടക്കുഴിയിൽ തന്നെ ആ ഉരുള ചോറ് തങ്ങി നിന്നു. നിമിഷ നേരം കൊണ്ട് അവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദേ നിന്റെ ഈ പുഴുത്ത നാവുകൊണ്ട് എന്റെ കൊച്ചിനെ കുത്തി നോക്കാൻ ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. നിനക്ക് എന്നാ യോഗ്യതയുണ്ടടി എന്റെ കൊച്ചിനെ പറയാൻ? നിന്റെ മോളിരുത്തിയുണ്ടല്ലോ, മൂന്നാമത്തെ കെട്ടിയോണി 2 വയസ്സുള്ള കുഞ്ഞിനെ ഉപയോഗിച്ച് അവൾ പുതിയ കാമുകിയോടെ പോയല്ലോ. അതിന് നിനക്ക് തരണല്ലേ? ആദ്യം സ്വന്തം മോളെ നന്നാക്ക്, എന്നിട്ട് എന്റെ കൊച്ചിനെ മണ്ടക്ക് നീ കയറാൻ വാ. ഇനി മേലാൽ ഈ വീണ്ടും പടി നീ ചവിട്ടിപ്പോയക്കരുത്. ഇറങ്ങടി. അമ്മച്ചി ദേഷ്യം കൊണ്ട് വിറച്ചു. അമ്മച്ചിയുടെ ആ ഉയർന്ന ശബ്ദം കാരണം കുറുമ്പൻ അമ്മച്ചിയുടെ മാറിൽ പറ്റിച്ചേർന്നിരുന്നുകൊണ്ട് വാവിട്ട് ഉറക്കെ കരഞ്ഞു. ശോശാമയാണെങ്കിൽ അടികിട്ടിയതുപോലെ വിളറി വെളുത്ത മുഖത്തോടെ തറകുമ്പിട്ടുകൊണ്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി. ഒന്നുമില്ലടാ, ഒന്നുമില്ല കുഞ്ഞെ. അമ്മച്ചിയുടെ കുഞ്ഞെ കരയാതെ. കുറുമ്പന്റെ കരച്ചിൽ ശബ്ദം ഉയർന്നു അവന്റെ പുറത്തുമേലെ തട്ടിക്കൊടുത്തുകൊണ്ട് അമ്മച്ചി അരുമയായി പറഞ്ഞു. പെട്ടെന്നാണ് ശീല പോലെ കണ്ണീർ പൊഴിച്ചുകൊണ്ട് ചേറിലായി തറഞ്ഞിരിക്കുന്ന ജീവയുടെ നേർക്ക് അമ്മച്ചിയുടെ ശ്രദ്ധ പോകുന്നത്. കൊച്ചേ. അവളുടെ ആ ഇരിപ്പ് കണ്ട അമ്മച്ചി വിങ്ങിലോടെ അവളുടെ തോളിൽ തന്റെ കൈത്തിൽ അമർത്തിക്കൊണ്ട് വിളിച്ചതും അവൾ ആ കൈ തട്ടി മാറ്റി പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടി. ജീവ. തന്നെ ആരോ വിളിക്കും പോലെ തോന്നിയതും കിളിയിലേക്ക് കിളിങ്ങുന്ന പച്ച കുപ്പിവളകളിട്ട കൈയാൽ പാവാട തുമ്പൽപ്പം ഉയർത്തി കാറ്റിന്റെ കുസൃതിയാൽ മുഖത്തേക്ക് പാറി വീഴുന്ന മുടിയിഴകൾ മാടിയൊതുക്കി ചെവിക്ക് പിന്നിലേക്ക് തിരികെ വെച്ചുകൊണ്ട് ജീവികാഭദ്ര എന്ന ജീവ തിരിഞ്ഞു നോക്കി. എന്താടി പല്ലി? തന്റെ ഉറ്റമിത്രമായ പല്ലവിയാണ് തന്നെ വിളിച്ചെന്ന് കാണെ ജീവ അവളോടായി ഉറക്കെ വിളിച്ച് ചോദിച്ചു. അച്ഛൻ വിളിക്കുന്നിന്നെ, നീ വേഗം വീട്ടിലേക്ക് ചെല്ല്. പല്ലവി അതും പറഞ്ഞുകൊണ്ട് വേഗം തിരിഞ്ഞു നടന്നു. ഹാ നിക്കടി. പല്ലവി പിണങ്ങിയെന്ന് മനസ്സിലായതും അവളുടെ പിറകെ വിളിച്ചു പോവി പാവാടത്തുമ്പ് അല്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവ ഓടി. ആ പാടവരമ്പത്തുകൂടി അവൾ ഓടുന്നതിനനുസരിച്ച് ആ കാതിലെ കുഞ്ഞ് സ്വർണ്ണ ജിമിക്കിയും കാറ്റിൽ ആടുന്നുണ്ട്. കുളിപ്പിന്നലിട്ട നിതമ്മ മറയുന്ന ചുരുണ്ട മുടിയഴകൾ അവളുടെ ഓട്ടത്തിനനുസരിച്ച് ഭംഗിയായി തെന്നി നീങ്ങുന്നുണ്ട്. അവളുടെ സംസാരം പോലെ തന്നെ കാലിലെ മുത്തുകൾ തിങ്ങി നിറഞ്ഞ വെള്ളിക്കൊലുസും കുണുങ്ങി കുണുങ്ങി ചിരിക്കുന്നുണ്ട്. അയ്യോടാ എന്റെ പല്ലി പിണങ്ങി പോവാ. എന്റെ പല്ലിയെ ഞാൻ പല്ലിന്നല്ല എന്താ വിളിക്കുക? ശരി, ഇനി ഞാൻ എന്താ പല്ലിയെ വിളിക്കണ്ട്? ഡി ഡി ഇതിപ്പോ എത്ര പല്ലിയായിടി? നീ പോ, എന്നോട് മിണ്ടണ്ട. അത് പറഞ്ഞുകൊണ്ട് പല്ലവി പരിഭവത്തോടെ തിരിഞ്ഞടന്നു. അവളുടെ ആ പരിഭവം പിടിച്ച പോക്കുകയാണ് ജീവ ഒരു ചിരിയോടെ ഓടിപ്പോയി അവളെ പിന്നിൽ നിന്ന് ഇറുകെ പുണർന്നു. നീ എന്റെ ജീവക്കുട്ടനല്ലടി, അങ്ങ് ക്ഷമിക്കേ. ജീവ കൊഞ്ചലോടെ പറഞ്ഞതും പല്ലവി ചിരിച്ചുപോയി. അങ്ങനെ ചിരിയും കളിയും ഓരോ നാട്ടുവിശേഷങ്ങളുമായി അവർ ജീവയുടെ വീട്ടിലേക്ക് നടന്നു. മുറ്റത്തേക്ക് കയറിയപ്പോഴേ ജീവയുടെ കണ്ണുകളുടക്കിയത് ഉമ്മറക്കോലായിലായിരുന്നു. അച്ഛൻ ഭദ്രനോട് സംസാരിക്കുന്ന ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ. മുറ്റത്താരുടെയോ കുപ്പിവളക്കിരിങ്ങും പോലെയുള്ള സംസാരം കേട്ടാണ് ആ ചെറുപ്പക്കാരൻ അങ്ങോട്ടേക്ക് തന്നെ നോട്ടം തെറ്റിച്ച്. ആ നിമിഷം അവന്റെ പൂച്ചക്കണ്ണുകളുമായി ജീവയുടെ കരിമിഴി കണ്ണുകൾ കുരുത്തു. ആ നിമിഷം അവളുടെ ശ്വാസം വിലങ്ങിയതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ആ ഇതാ എന്റെ മോള്, പറയേണ്ട ആവശ്യമില്ലെന്നറിയാം. എന്നാലും മുറ്റത്തായി നിൽക്കുന്ന ജീവയെ കാണെ ഭദ്രൻ ചിരിയോട് ആ ചെറുപ്പക്കാരനോടായി പറഞ്ഞു. അച്ഛൻ ഞാൻ ആ ചെറുപ്പക്കാരൻ അനുവാദം എന്ന പോലെ എന്തോ അദ്ദേഹത്തിനോടായി ചോദിക്കാൻ തുനിഞ്ഞു. മോൻ പോയി സംസാരിച്ചു വാ. അവന്റെ ചോദ്യം മനസ്സിലാക്കിയെന്ന പോലെ ഭദ്രൻ ചിരിയോട് അവനോടായി പറഞ്ഞു. അപ്പോൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നതിന്റെ പെണ്ണുകാണലാണെന്ന് ജീവയ്ക്ക് മനസ്സിലായത്. അവൾ ഞെട്ടിലോടെ പല്ലവിയെ തലയിരിച്ച് നോക്കിയതും പല്ലവി നിന്നിട ശൂന്യമായിരുന്നു. വാടോ. മിഴിഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന ജീവയോടായി അതും പറഞ്ഞ് അപ്പുറത്തുള്ള വയലിലേക്ക് നോട്ടമെറിഞ്ഞുകൊണ്ട് മാവിൻ ചോട്ടിലായി നിന്നു. ആ നിമിഷം ജീവ അനുവാദത്തിനായി തന്റെ അച്ഛനെ നോക്കി. അദ്ദേഹം സമ്മതം എന്ന പോലെ അവളെ നോക്കി കണ്ണു ചിമ്മി. അദ്ദേഹത്തിന്റെ സമ്മതം ലഭിച്ചവും അവൾ മേലെ അവനടുത്തായി പോയി നിന്നു. ഞാൻ വിഘ്നേഷ്, സ്വന്തം എന്ന് പറയാൻ അച്ഛൻ മാത്രമേ ഉള്ളൂ എനിക്ക്. അവളുടെ സാമീപ്യം അടുത്തറിഞ്ഞതും ആ ചെറുപ്പക്കാരൻ മേലെ പറഞ്ഞു തുടങ്ങി. ജീവയാണെങ്കിൽ ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്ന പോലെ അവനെ തന്നെ നോക്കിയൊക്കെയാണ്. തന്റെ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. താനെന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നതല്ലേ? ജീവയുടെ നോട്ടം കാണാൻ അവൻ ചിരിയോടെ ചോദിച്ചു. അവന്റെ ചോദ്യം കേൾക്കെ ജീവ ജാളിതയോടെ നാവടിച്ചുകൊണ്ട് തലതാഴ്ത്തി. ഇനി മുതൽ എനിക്ക് സ്വന്തം എന്ന് പറയാൻ താൻ കൂടി എന്റെ കൂടെ കാണും, അതറിയാൻ വേണ്ടി വന്നാൽ ഞാൻ. അവളുടെ ആ ഭാവം കാണാൻ അവൻ കുറുമ്പോടെ പറഞ്ഞു. എന്നാൽ അവന്റെ ആ വാക്കുകൾ കേൾക്കെ അവൾ കാര്യം മനസ്സിലാതെ അവനെ മുഖമുയർത്തി നോക്കി. അവൻ ചിരിയോടെ അവളുടെ മുഖത്ത് വിരിയുന്ന ആ നിഷ്കളങ്കമായ ഭാവങ്ങൾ ഓരോന്നും നോക്കി നിന്നു. എന്നാൽ അവന്റെ ആ പൂച്ചക്കണ്ണുകളെ നോട്ടം നേടാൻ സാധിക്കാതെ ജീവ പരിഭ്രമത്തോടെ അവനിൽ നിന്ന് തന്നെ മിഴികൾ പറിച്ചു മാറ്റി. മോളെ. ഭദ്രന്റെ വിളി വന്നു. ആൾ അവനെ നോക്കാതെ വേഗം ഉമ്മറക്കോലായിലേക്ക് ഓടിക്കയറി. എന്നാ ശരി ഭദ്ര, ഞങ്ങൾ ഇറങ്ങുക. തീരുമാനം നിങ്ങൾ അറിയിക്കുക. അത്രയും പറഞ്ഞുകൊണ്ട് വിഘ്നേഷിന്റെ അച്ഛനായ വിശ്വധരൻ ഇറങ്ങി. അദ്ദേഹത്തിന് പിന്നാലെ തന്നെ വിഘ്നേഷും. മോളെ. കട്ടിൽ കിടക്കായിരുന്നു ജീവ. അച്ഛന്റെ ആ വിളി കേട്ടതും കട്ടിൽ നിന്ന് എണീറ്റു. എന്റെ കുട്ടീനെ പെണ്ണ് കാണാൻ വന്ന അവര് മോളെ അമ്പലത്തിലോ മറ്റോ വെച്ചുകൊണ്ട് അവർ ഇഷ്ടപ്പെട്ടതാ. അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമായി അവനെ. മോൾക്ക് എന്ത് തോന്നുന്നു?
യാതൊരു മുഖവരെയും കൂടാതെ അവളോടായി പറഞ്ഞുകൊണ്ട് ഭദ്രൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എന്നാൽ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ കുരുങ്ങി ആകെ തറഞ്ഞിരിക്കുകയാണ് ജീവ. മോളുടെ ആലോചിക്കട്ടെ അച്ഛ. ആളൊന്നും മിണ്ടുന്നില്ലെന്ന് കാണെ അദ്ദേഹം അവളോടായി ചോദിക്കവേ അദ്ദേഹം പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ തലകുമ്പിട്ടിരുന്നു. ആളുടെ മനസ്സിലെ ആശയക്കുഴപ്പം മനസ്സിലാക്കിയ ഭദ്രൻ ചെറുചിരിയോട് അവളുടെ തലയിൽ മെല്ലിയൊന്ന് തഴുകിയ ശേഷം ആ മുറി വിട്ടിറങ്ങി. അച്ഛൻ പോയതും അവൾ ഭിത്തിലായി തറച്ചിരിക്കുന്ന കണ്ണാടിയുടെ അടുത്തായി പോയി നിന്നു. ആഹാ, കല്യാണ പെണ്ണ് സ്വപ്നം കാണുക. മുറിയിലേക്ക് കയറിയായിരുന്ന പല്ലവി കണ്ണാടി നോക്കി നിൽക്കുന്ന ജീവയെ കാണെ അവൾ നോക്കിക്കൊണ്ട് കളിയോടെ ചോദിച്ചു. എന്നാൽ ജീവയുടെ നിർമ്മിഴികൾ കണ്ടതും അവളിൽ ആകുലം നിറഞ്ഞു. എന്താടാ? പല്ലവി വേഗം തന്നെ അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കവിളിൽ മേലെ തലകൂടിക്കൊണ്ട് പരിഭ്രമത്തോടെ ചോദിച്ചു. നീ എന്നെ ശരിക്കും നോക്കിയ പല്ലവി, ഇരുനിറ, മുഖെല്ലാം കുരുക്കളും കുഞ്ഞു രോമങ്ങളും മറ്റും. ആ ചേട്ടൻ തൂവെള്ള നിറവും മിനുസുള്ള കവിളുകളും ഉറച്ച ശരീരവും. എനിക്കെന്തോ എന്തുകൊണ്ടിട്ട് എന്നെ പോലെ ഒരു ഇഷ്ടം. നിർത്ത്. നിറഞ്ഞ കണ്ണുകളോടെ ജീവ പറഞ്ഞു പൂർത്തിയാക്കും മുമ്പ് പല്ലവി അവിടെ നേരെ അലറി. നീ ഒന്ന് മനസ്സിലാക്കണം ജീവ, ശരീരത്തിലോ ശരീര സൗന്ദര്യത്തിലോ അല്ല ഒരാൾക്ക് മറ്റൊരാളുടെ പ്രണയം തോന്നുക. ആ ഒരു കാരണം കൊണ്ട് മാത്രം തോന്നുന്ന വികാരം പ്രണയമല്ല. ആരടി പറഞ്ഞ നിനക്ക് സൗന്ദര്യമില്ലെന്ന്? നിന്റെ സ്വഭാവം, അതിൽ നിന്റെ സൗന്ദര്യം, അതെല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല എന്റെ പെണ്ണെ. അതും പറഞ്ഞുകൊണ്ട് പല്ലവി അവൾ ഇറുകിയപ്പെടുന്നു. അവളുടെ ആ വാക്കുകൾ ജീവയിൽ തെല്ലൊരു ആശ്വാസം നിറച്ചു. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. വിശ്വധരന്റെയും ഭാര്യയുടെയും പ്രണയമായിരുന്ന കൊണ്ട് പറയത്തക്ക ബന്ധുക്കളൊന്നും അവർക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വിഘ്നേഷിന്റെയും ജീവയുടെയും കല്യാണം വളരെ ലളിതമായ രീതിയിൽ ജീവയുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടന്നു. കയ്യിൽ പാൽ ഗ്ലാസുമായി സ്വന്തം മുറിയിലേക്ക് നടക്കുമ്പോൾ ജീവ നന്നായി വിറച്ചിരുന്നു. മുറിയുടെ വാതിൽ മെല്ലെ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ അവൾ കണ്ടു തന്നെ പ്രതീക്ഷിച്ചെന്ന പോലെ ബെഡിലിരിക്കുന്നവനെ. അവന്റെ നോട്ടം തന്റെ നേർക്കാണെന്ന് കണ്ടതും ഉള്ളിലെ ഭയത്താലും പിരിമുറുക്കത്തിനാലും അവൾ വളരെ കഷ്ടപ്പെട്ടൊരു ചിരി അവനായി സമ്മാനിച്ചു. അവളുടെ ആ പരിഭ്രമം മനസ്സിലായതുപോലെ അവൻ ചിരിയോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്ന ശേഷം അവളുടെ കയ്യിൽ നിന്നും പാൽ ഗ്ലാസ് വാങ്ങി ടേബിൾ വെച്ചുകൊണ്ട് അവളെയുമായി ബെഡിലേക്ക് പോയിരുന്നു. അപ്പോഴെല്ലാം ജീവയുടെ ശരീരത്തിലെ വിറയിൽ അങ്ങനെ തന്നെ നിന്നു. അവൾ അവനെ മിഴികൾ ഉയർത്തി നോക്കാതെ തലകുമ്പിട്ട് അങ്ങനെയിരുന്നു. അവളിലെ പേടിയും പരിഭ്രമവും മനസ്സിലായതുപോലെ അവൻ ചിരിയോടെ അവളുടെ വിറക്കുന്ന കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി പൊതിഞ്ഞു പിടിച്ചു. ആ നിമിഷം അവൾ ഞെട്ടലോടെ അവനെ മുഖമുയർത്തി നോക്കി. താനിങ്ങനെ ടെൻഷൻ അടിക്കാറുള്ളൂ, തന്റെ പരിഭ്രമവും പ്രയാസങ്ങളും എനിക്ക് മനസ്സിലാവും. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഇവിടുത്തെ ഉണ്ണിക്കണ്ണൻ്റെ അമ്പലത്തിൽ വെച്ചാ. അന്ന് അവിടെ പ്രായമായിട്ടുള്ള ഒരു അമ്മ തലവിറ്റി വീണപ്പോൾ നീ മാത്രമേ അമ്മയെ പരിചരിക്കാൻ മനസ്സ് കാണിച്ചുള്ളൂ. ആ നിമിഷം നിന്നോട് എനിക്ക് വല്ലാത്ത ബഹുമാനം തോന്നി. വേറെയൊന്നും പ്രത്യേകിച്ച് തോന്നിയതുമില്ല. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ണടച്ചാലും തുറന്നാലല്ല നിന്റെ മുഖം മാത്രമായിരുന്നു മുന്നിൽ. കുറച്ചു ദിവസം വേണ്ടി വന്നു. നിന്റെ മുഖം മായാതെ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കാനുള്ള കാരണം പ്രണയമാണെന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ ഉള്ളിലുള്ള പ്രണയം നിന്നോട് തുറന്നു പറയാന്ന് കരുതി അതേ അമ്പലനാളിൽ വന്നപ്പോൾ ഞാൻ കണ്ട് വേറെ പയ്യൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറയുന്ന. സത്യം പറയാലോ, തകർന്നുപോയി ഞാൻ. എന്നാൽ തിരിഞ്ഞടക്കാൻ ഒരുങ്ങുമ്പോഴാണ് നിന്റെ മറുപടി ഞാൻ കേൾക്കുന്നു. അപ്പോൾ അത് സത്യം, നിന്റെ ആ മറുപടിയിൽ ഞാൻ എത്രമാത്രം സന്തോഷിച്ചെന്നറിയോ. അച്ഛനും അമ്മയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നവളാണ് നീ എന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അതാ ഉടനെ തന്നെ ഞാനിവിടെ വന്ന് നിന്നെ പെണ്ണി ചോദിച്ചത്. അറിയാം, തെറ്റാണ് ഞാൻ ചെയ്ത്. 18 വയസ്സ് മാത്രമേ എൻ്റെ ജീവക്കുള്ളൂ. പക്ഷേ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് തോന്നി. അതാ ഞാൻ എൻ്റെ ജീവൻ ആവശ്യത്തിന് സമയമെടുത്തു. കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഞാൻ സ്ഥാനം ഉറപ്പിക്കുന്നവരെ നിന്നൊരു നോക്കൊണ്ടുപോലും ഞാൻ കളങ്കപ്പെടുത്തില്ല. വിഘ്നേഷിന്റെ വാക്കുകൾ കേട്ട് ജീവയുടെ മിഴികൾ സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പി. ആള് അവന്റെ കയ്യിൽ അമർത്തി പിടിച്ചു. അവളുടെ ആ പ്രവൃത്തിയിൽ നിന്ന് അവളുടെ ഉള്ളിലെ സന്തോഷം തിരിച്ചറിഞ്ഞ വിഘ്നേഷ് ആളെ നോക്കി കൺസിമ്മിക്കൊണ്ട് ചിരിച്ചു. പിന്നെ എൻ്റെ ജീവക്കുട്ടി പഠിത്ത കാര്യത്തെ സങ്കടപ്പെടേണ്ട കേട്ടോ. തനിക്ക് ഇഷ്ടമുള്ളവരെ പഠിച്ചോ, ഞാനതിനൊന്നും എതിരേക്കില്ല. ഇപ്പൊ തൽക്കാലം ജീവക്കുട്ടി കിടന്നു കേട്ടോ. കുറെ ദിവസമായിട്ട് ഉറക്കൊന്നും ശരിയായി കാണില്ലല്ലോ. ചിരിയോടെ പറഞ്ഞുകൊണ്ടാണ് അവളുടെ കവിളിൽ മെല്ലെ തട്ടി. ആളും ചിരിയോടെ അവനെ നോക്കിയ ശേഷം ബെഡിലേക്ക് കയറി കിടന്നുകൊണ്ട് തന്റെ മിഴികൾ മെല്ലെ ചിമ്മി അടച്ചു. ആ നിമിഷം മനസ്സിൽ തങ്ങിയുന്ന എന്തോ ഒരു വലിയ ഭാരം ഒഴിഞ്ഞു പോയതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. കുറച്ചു നേരം കഴിഞ്ഞ് വിഘ്നേഷിന്റെ കൈകൾ തന്നെ ചുറ്റി വരിയെന്ന് അറിഞ്ഞിട്ടും അവൾക്ക് ഭയമോ പരിഭ്രമോ ഒന്നും തന്നെ തോന്നിയില്ല. അവന്റെ ആ കരവലയത്തിനുള്ളിൽ നിറഞ്ഞ മനസ്സോടെ പൂർണ്ണ തൃപ്തിയോടെ അവൾ നിദ്രയെ പുഴുകി. ഒരാഴ്ച എന്നത് ഇലകുഴിയിൽ ലാഘവത്തോടെ കൊഴിഞ്ഞുപോയി. വിഘ്നേഷ് അച്ഛനും എറണാകുളത്താണ് താമസം. ജീവയുടെ മാനസികാവസ്ഥ കണക്കിലെടുത്താണ് വിഘ്നേഷ് അവളോടൊപ്പം ആലപ്പുഴയിൽ അവളുടെ വീട്ടിൽ തന്നെ നിന്ന്. ആ ഒരാഴ്ച ജീവയുടെ ബന്ധുക്കളുടെ വീട്ടിലും മറ്റവർ വിരുന്നിന് പോവുകയും ചെയ്തു. ആ ചുരുങ്ങിയ സമയം കൊണ്ട് ജീവ മനസ്സിലാക്കിയായിരുന്നു വിഘ്നേഷിനെ. എല്ലാവരോടും സൗമ്യമായ പെരുമാറ്റം. ആ മുഖത്ത് എപ്പോഴും ആരെയും മയക്കും ഇതൊരു പുഞ്ചിരി കാണും. ഇതിലെല്ലാം ഉപരി ഇത്ര ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒരേ മുറിയിൽ കിടന്നിട്ടും അവൻ പറഞ്ഞ പോലെ ഒരു നോട്ടം കൊണ്ടുപോലും ജീവ അവൻ കളങ്കപ്പെടുത്തിയിരുന്നില്ല. അവനിലെ ഒരു ഗുണം, അവളിലെ പെണ്ണിൽ അളവില്ലാത്ത സ്നേഹവും ബഹുമാനം അവനിൽ ഉളവാക്കാൻ കാരണമായി. അവൾ പോലും അറിയാതെ അവൾ അവനെ പ്രണയിക്കാൻ ആരംഭിച്ചു. അവളുടെ പ്രവൃത്തികളിലൂടെ അത് അവനും മനസ്സിലാക്കിയെന്ന് മറ്റൊരു സത്യം.
ഒരാഴ്ചയ്ക്ക് ശേഷം ജീവയുടെ മനസ്സെല്ലാത്തിനോടും പൊരുത്തപ്പെട്ടു എന്ന് മനസ്സിലായതും വിഘ്നേഷ് അവളെയും കൊണ്ട് എറണാകുളത്തേക്ക് വന്നു. ആദ്യമായിട്ടാണ് അവൾ അച്ഛനെയും അമ്മയും നാടിനെ എല്ലാം പിരിഞ്ഞു നിൽക്കുന്നത്. അതിലവൾക്ക് സങ്കടം അനുഭവപ്പെട്ടുവെങ്കിലും വിഘ്നേഷിന്റെ ഒരു ചിരിയിൽ ആ സങ്കടമെല്ലാം എങ്ങോ പോയി മറഞ്ഞു. എറണാകുളത്തെ ഒരു ഫ്ലാറ്റിലാണ് വിഘ്നേഷും ജീവയും വിശ്വധനും താമസിക്കുന്നത്. ആദ്യമില്ല അവൾക്കതൊരു വീർപ്പുണ്ടൽ സൃഷ്ടിച്ചുവെങ്കിലും വിഘ്നേഷ് ഒപ്പമുള്ളതുകൊണ്ട് അവൾ മേലെ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടു. അച്ഛനും അവളോട് നല്ല സൗഹൃദപരമായ രീതിയിലാണ് പെരുമാറിയത്. അതും അവൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ആ കാലയളവിനുള്ളിൽ തന്നെ ജീവയ്ക്ക് വിഘ്നേഷിനുള്ള പ്രണയം അവൾ പോലും അറിയാതെ പുറത്തേക്ക് ഒഴുകാൻ ആരംഭിച്ചിരുന്നു. അവരിൽ നിന്ന് ലഭിക്കുന്ന ചെറു ചുംബനങ്ങളും ചെറു കുസൃതികളുമെല്ലാം അവൾ ആസ്വദിച്ചു തുടങ്ങി. എത്രയും പെട്ടെന്ന് എല്ലാ അർത്ഥത്തിലും അവന്റെ മാത്രം ജീവയായി മാറാൻ അവൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആഗ്രഹിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും അവൾ വളരെയധികം സന്തോഷവതിയായിരുന്നു. കഴുകിയ പാത്രങ്ങൾ ടവൽ കൊണ്ട് തുടച്ച് യഥാസ്ഥാനത്ത് വെക്കുകയായിരുന്നു ജീവ. പെട്ടെന്നാണ് അവളുടെ ഇടുപ്പിലൂടെ 2 കൈകൾ ചുറ്റി വരിഞ്ഞ്. അതാരാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് അവനോട് പറ്റിച്ചേർന്ന് നിന്നു. ജീവ. അവളുടെ തോളിൽ താടി കുത്തി അവളുടെ കാതിൽ അമർത്തിമുത്തിക്കൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ അവൻ അവളെ വിളിച്ചു. വളരെ നേരത്തെ ഒരു മൂളൽ അവളിൽ നിന്ന് മറുപടിയായി വന്നു. അവളുടെ ആ മൂളൽ കേൾക്കെ അവൻ അവളിലെ പിടിയൊന്നുകൂടി മുറുക്കിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് തന്നെ മുഖം പൂഴ്ത്തി അവളൊന്ന് ഏങ്ങിക്കൊണ്ട് അവനിലേക്ക് ഒന്നുകൂടെ പറ്റിച്ചേർന്ന് നിന്നു. അവളുടെ ആ പ്രവൃത്തിയിൽ അവനവളുടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് അവളെയും പൊക്കിയെടുത്തുകൊണ്ട് അവരുടെ ബെഡ്റൂം ലക്ഷ്യമാക്കി നടന്നു. അവൾ അതൊന്നും അറിയാതെ അവന്റെ ചുമലയിൽ മയങ്ങി അവനോട് ഒട്ടി നിന്നു. ബെഡ്റൂം ഡോർ കാലുകൊണ്ട് അടച്ച ശേഷം അവൻ അവളെ മെല്ലെ ബെഡിലേക്ക് ഇരുത്തി. അപ്പോഴേക്ക് അവളുടെ മുഖമാകെ ചുവന്നു പോയിരുന്നു. ആ ചുവന്നു തുടുത്ത മുഖാമലിൽ നിന്ന് മറക്കാനെന്ന പോലെ അവൾ അവന്റെ രോമങ്ങൾ തിങ്ങിയിറങ്ങിയ നെഞ്ചിൽ മുഖാമർത്തിക്കൊണ്ട് പമ്മിയിരുന്നു. അവളുടെ ആ നാണം കണ്ട ഒരു ചിരിയോടെ അവൻ സൈഡ് ടേബിളിൽ നിന്ന് പാലിറച്ച ഗ്ലാസ് എടുത്ത് അവളുടെ ചുണ്ടോട് അടുപ്പിച്ചു. അവന്റെ ആ പ്രവൃത്തിയിൽ അവൾ സംശയത്തോടെ അവനെ മിഴികൾ ഉയർത്തി നോക്കി. എന്നാൽ അവന്റെ ആ പൂച്ചക്കണ്ണുകളെ നേരിടാൻ സാധിക്കാതെ അവൾ നാണത്തോടെ ആ പാല് പകുതി കുടിച്ചു. ആകെ ഒരു അസ്വസ്ഥ പോലെ തോന്നിയതും ജീവ തന്റെ അടഞ്ഞു പോകുന്ന മിഴികൾ വലിച്ചു തുറന്നു. ശരീരമാസകളും കൊത്തിയുറുക്കുന്ന പോലെയുള്ള വേദന അവൾക്ക് അനുഭവപ്പെട്ടെങ്കിലും അവളുടെ ചുടിയിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയും വ്യക്തമല്ലാത്ത ചില ഓർമ്മകളും അവളെ ആകെ വട്ടം ചുറ്റിച്ചു. എങ്കിലും ആ ചിന്തകളേക്കാൾ അവളിൽ മുന്നിട്ടിരുന്ന് നാണമായിരുന്നു. നാണത്താൽ തുടുത്ത മുഖത്തോടെ തലയിരിച്ച് നോക്കിയവൾ തന്റെ അടുത്ത് കിടക്കുന്ന ആളെ കാണെ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് ബെഡിൽ നിന്നും ചാടി എണീറ്റു. അപ്പോഴാണ് തന്റെ ദേഹത്ത് ഒരു മറ പോലുമില്ലെന്ന് അവൾ തിരിച്ചറിയുന്നത്. അവൾ വേഗം തന്നെ നിലത്തിടുന്ന ധാവണിയെടുത്ത് തന്റെ ശരീരം മറച്ചുകൊണ്ട് വിറയലോടെ ബെഡിൽ കമിഴി കിടക്കുന്നവനെ നോക്കി. ആ ബെഡിൽ കിടക്കുന്നവനെ കാണെ അവൾക്ക് തല പെരിക്കുന്ന പോലെ തോന്നി. ഈ ഭൂമി മുഴുവൻ കീഴ്മേൽ കറങ്ങുന്ന പോലെ ശരീരമാകെ തണുത്തുറഞ്ഞ പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. മുന്നിൽ കാണുന്ന രൂപം തന്റെ തോന്നലല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിൽ ആഴത്തിൽ പതിയവേ അവൾ ഒരു പൊട്ടിക്കരച്ചിലോടുകൂടി നിലത്തേക്ക് തളർന്നിരുന്നു പോയി. ആരുടെയോ കരയുന്ന ശബ്ദം കേട്ടാണ് ബെഡിൽ കിടന്നവൻ ഉണരുന്നത്. അവൻ മുഖം ചുളിച്ചുകൊണ്ട് ദേഷ്യത്തോടെ കണ്ണുകൾ തിരുമ്മി നോക്കിയപ്പോൾ കണ്ടു ഒരു മൂലയിലായിരുന്നു വാവിട്ട് കരയുന്നവളെ. എന്നാൽ ആ ധാവണിയുടെ വിടവിലൂടെയും മറ്റു അനാവൃതമായ അവളുടെ ശരീരഭാഗങ്ങളിലേക്ക് ആർത്തിയോടെ നോക്കുന്ന തിരക്കിലായിരുന്നു അവൻ അപ്പോഴും. പക്ഷെ അതൊന്നും അറിയാതെ എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ അലറിക്കരയുകയായിരുന്നു ജീവ. മുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും ജീവൻ ഞെട്ടിവറച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നോക്കി. ചിരിയോടകത്തേക്ക് കയറി വരുന്നവനെ കാണെ അവളുടെ സർവ്വ നിയന്ത്രണങ്ങളും നഷ്ടമായി. അവൾ നിലത്തുനിന്ന് ചാടി എണീറ്റു. തന്റെ വേദനകൾ പോലും മറന്നുകൊണ്ട് കാറ്റുപോലെ വേഗത്തിൽ അവന്റെ അടുത്തേക്ക് പാഞ്ഞെന്ന ശേഷം അവന്റെ ഷർട്ടിന്റെ കോളിൽ കുത്തിപ്പിടിച്ചു. എന്തിനാ വിജയേട്ടാ? അവളുടെ ദേഷ്യ സങ്കടത്തിലേക്ക് പരിണയിക്കപ്പെട്ടു. നെഞ്ചുമുട്ടി അടന്നു പോയതുപോലെ അവൾ വാവിട്ട് കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് തളർന്നു വീണു. എന്നെ സ്നേഹിച്ചതല്ലേ പ്രണയിച്ചു? വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അവൾ പുലമ്പിയതും എന്തോ വലിയ തമാശ കേട്ട പോലെ അവൻ ഉറക്കി ചിരിച്ചു. ആര് പ്രണയിച്ചു? ആര് ഇഷ്ടപ്പെട്ടു? അതും നിന്നെ പോലെ ഒരെണ്ണത്തിന്. ഈ വിക്കി അട്ടഹസിച്ചോട് തീർത്തും പുച്ഛത്തോടാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ ഞെട്ടിലോട് അവന്റെ നെഞ്ചിൽ നടന്നു മാറിക്കൊണ്ട് ചോദിച്ചു. അതേടേ വിക്കി സാമുവൽ. അവളുടെ മുഖത്ത് തെളിഞ്ഞാണെന്ന് ഞെട്ടിലും പകപ്പില്ല ആസ്വദിച്ചുകൊണ്ട് ചുണ്ടിൽ വിരിഞ്ഞ ക്രൂരമായ ചിരിയോട് അവൻ പറഞ്ഞു. അവന്റെ ആ വാക്കുകൾക്കൊപ്പം ഇന്നുവരെ അവന് കണ്ടിട്ടില്ലാത്ത പുതുഭാവം കൂടി കാണവേ അവളാകെ തരിച്ചു നിന്ന് പോയി. നീ എന്നറിയരുതേ, നിന്നുള്ള പ്രേമം കൊണ്ടാണ് ഞാൻ നിന്നെ കെട്ടിയെന്നോ? പ്രേമിക്കാൻ പറ്റിയൊരു കോലം. ശരിയാ, വിക്കി പ്രണയിച്ചു. അത് നിന്റെ ഈ ശരീരത്തെ മാത്രമാ. പ്രണയം വന്ന് പറഞ്ഞാൽ നീ എന്നെ നിഷ്കരണം റിജക്ട് ചെയ്ത് കളയും നല്ല ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയായിരുന്നു കല്യാണം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വന്നത്. ആ എന്തായാലും അത് ഏറ്റു. പിന്നെ മോളിൽ നില കുടിച്ച പാലില്ലേ, നീ എന്തായിരുന്നേ ഞാനതിൽ സ്നേഹം ചാലിച്ച് തന്നാണെന്നോ? ഉറക്ക വിളിക്കായിരുന്നു. അവളുടെ മുഖത്ത് മിന്നിമറയുന്ന ഓരോ ഭാവങ്ങളും അവളുടെ ദയനീയതയും അവളുടെ കണ്ണീരുമെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഒരു ഉന്മാദിയെ പോലെ അവൻ പറഞ്ഞു. അവൻ പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ നെഞ്ചിൽ തറഞ്ഞു കയറി. ചെവി കൊട്ടിയടക്കപ്പെട്ട പോലെ അവൾ ആകെ സ്തംഭിച്ച് നിന്നുപോയി. വിക്കിയുടെ വാക്കുകൾ ഏൽപ്പിച്ച ആ ഞെട്ടിൽ നിന്നും അവൾ മുക്തിയാകും മുമ്പ് അവൻ അവളെ ബെഡിലേക്ക് പിടിച്ച് തള്ളി.
എൻജോയ്ഡാ. ബെഡിൽ കിടക്കുന്നവനെ നോക്കി ഒറ്റക്കിടറിക്കൊണ്ട് പറഞ്ഞ ശേഷം ദയനീയമായി തന്നെ നോക്കുന്നവളെ നോക്കി ക്രൂരമായി ചിരിച്ചുകൊണ്ട് വിക്കി പുറത്തേക്ക് ഇറങ്ങി ഡോർ വലിച്ചടച്ചു. ആ മുറിയുടെ വാതിലടഞ്ഞതും അവൾ ഭയത്തോടെ അവിടെ അപ്പുറത്തായി കിടക്കുന്നവനെ നോക്കി. അവനെന്നാൽ അവിടെ കരഞ്ഞു വീർത്ത മുഖവും ദയനീയതയൊന്നും നോക്കാതെ അവിടെ നഗ്നമേനി കണ്ണുകൊണ്ട് കൊത്തിപ്പറിക്കാൻ തിരക്കിലായിരുന്നു. തന്റെ ശരീരത്തിലേക്ക് ഒരു വേട്ടനായെപ്പോലെ ആർത്തി പിടിച്ചുള്ള അവന്റെ ആ നോട്ടം കാണെ അവൾ അറപ്പോടെ അവനിൽ നിന്ന് തന്റെ മുഖം തിരിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കെ മൂടി. തൊട്ടടുത്ത നിമിഷം ശരീരത്തിൽ എന്തോ ഭാരം പോലെ തോന്നിയതും അവൾ തന്റെ മിഴികൾ വലിച്ചുറന്നുകൊണ്ട് പകപ്പോടെ മുന്നിലേക്ക് നോക്കി. ക്രൂരമായ ഭാവത്തോടെ തന്റെ ശരീരത്തിലേക്ക് അമർന്നവനെ കാണെ അവൾ കരഞ്ഞുകൊണ്ട് അല്പം ബലമായി തന്നെ അവനെ തന്റെ ശരീരത്തിൽ നിന്ന് തള്ളി നീക്കാൻ ശ്രമിച്ചു. എന്നാൽ അവിടെ ആ എതിർപ്പുകളും അലറിക്കരച്ചിലും എല്ലാം ആ കഴുകലിൽ ആവേശമാണ് നിറച്ചത്. അവളുടെ കണ്ണീര് എതിർപ്പെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഒരു വന്യമായ ചിരിയോടെ അവൾ അതിക്രൂരമായി വേദനിപ്പിച്ചു. അവളിലെ പെണ്ണിനെ ചവിട്ടിയരച്ചുകൊണ്ട് അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. പെൺ ശരീരത്തിനോടുള്ള ആർത്തിയിരുന്നു അവൻ അവളിൽ നടന്നു മാറിയ ശേഷം നിലത്തായി ചിത്രിക്കണം തന്റെ വസ്ത്രങ്ങളെടുത്ത് ധരിച്ചു. വാടിക്കുഴഞ്ഞ് ചതഞ്ഞരഞ്ഞൊരു പൂവിനെ പോലെ പൂർണ്ണനഗ്നയായി ബെഡിൽ കിടക്കുന്നവളെ കണ്ണുകൾ കൊണ്ടൊന്നുകൂടി കാമിച്ച ശേഷം അവൻ ആ മുറി വിട്ടിറങ്ങി. മുറിയുടെ വാതിലടയുന്ന ശബ്ദം കേട്ടതും അവളുടെ മിഴികളിൽ നിന്ന് അവസാന തുള്ളി കണ്ണീരും അവളുടെ ചെന്നിയിലേക്ക് ഒഴുകിയിറങ്ങി. തന്റെ നഗ്നത മറയ്ക്കാൻ പോലും അവൾക്ക് ശേഷിയില്ലായിരുന്നു. അവൾ അത്രമാത്രം തളർന്നുപോയിരുന്നു, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. 2 ദിവസം അവന്റെ ഭാഗത്ത് ശല്യമൊന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് അവളിൽ സന്തോഷമോ ആശ്വാസമോ ഒന്നും തന്നെ നിറച്ചിരുന്നില്ല. കാരണം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അവൾ എന്ന പെണ്ണ് അത്രമാത്രം മരവിച്ചു പോയിരുന്നു. 3-ാം നാൾ രാത്രിയിൽ വിക്കിയുടെ കൂട്ടുകാരെല്ലാം ഫ്ളാറ്റിലേക്ക് വന്നു. അവരെല്ലാം കണ്ടത് ജീവയുടെ ഉള്ളം ഭയത്താൽ കിടയെടുത്തു. അടുക്കളയിൽ നിൽക്കുകയായിരുന്നവൾ വേഗം തന്നെ അടുക്കളയിൽ നിന്ന് മുറിയിലേക്ക് ഓടി. എന്നാൽ അവൾ മുറിയുടെ വാതിലടക്കാനായി തുനിഞ്ഞതും വിക്കി വന്ന് ബലമായി തന്നെ ആ വാതിൽ തള്ളി തുറന്നുകൊണ്ട് മുറിക്കകത്തേക്ക് കയറി. അവന്റെ ആ കടന്നുകയറ്റം പ്രതീക്ഷിക്കാതെ നിന്ന ജീവ ആദ്യമൊന്ന് പതറിപ്പോയി. എങ്കിലും ഉള്ളിലെ ഭയത്തെ പുറത്തു കാണിക്കാതെ അവൾ അവനെ തട്ടിമാറ്റിക്കൊണ്ട് വാതിൽ തുറക്കാൻ ശ്രമിച്ചു. അവളുടെ ആ പ്രവൃത്തിയിൽ ദേഷ്യം കയറി വിക്കി അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു. അവന്റെ ആ അടിയിൽ അവൾ തെറിച്ച് ബെഡിലേക്ക് വീണുപോയി. പോളെ എങ്ങോട്ടാടി രക്ഷപ്പെടാൻ നേരിതേ? ബെഡിലായി തളർന്നു കിടക്കുന്നവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ അലറി. എന്നാൽ തോറ്റെടുക്കാൻ മനസ്സിലാത്ത പോലെ അവൾ തന്നെ സർവ്വശക്തിയും എടുത്ത് അവന്റെ കൈ കുടഞ്ഞെറിഞ്ഞു. തൊട്ടുപോലെ തന്നെ ഞാൻ പോവാ എന്റെ വീട്ടിലേക്ക്, നിങ്ങളെപ്പോലൊരു മൃഗത്തിന്റെ കൂടെ. അവൻ അടിച്ചതിനെയും കവളിൽ കുത്തിപ്പിടിച്ചതിന്റെ ഫലമായി അവൾക്ക് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അവൾ നന്നായി കിതച്ചുപോയി. എങ്കിലും നേരത്തെ ശബ്ദത്തിൽ ഉറപ്പോടെ തന്നെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, അതിനു മുമ്പ് മോൾ ഇതൊന്ന് കാണും. അവളുടെ വാക്കിൽ അവൻ പുച്ഛമാണ് തീർത്ത്. അതേ ഭാഗത്തോടെ തന്നെ വിക്കാതും പറഞ്ഞുകൊണ്ട് തന്റെ ഫോൺ എടുത്ത് അവളുടെ നേർക്കെറിഞ്ഞു. അവന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന പരാശരിയാണ് അവനടുത്ത് എന്തോ ഒരു കെണി തനിക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ വിറയിലൂടെ ബെഡിലായി കിടക്കുന്ന ആ ഫോൺ സ്ക്രീനിലേക്ക് നോക്കി. ഫോൺ സ്ക്രീനിൽ മിഴികളുടക്കിയതും അതിലെ കാഴ്ച കണ്ട് അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. അവളുടെ മിഴികളിൽ തങ്ങി നിൽക്കായിരുന്ന 2 കണ്ണുനീർ ആ ഫോൺ ഡിസ്പ്ലേയിൽ വീണ് ചിതറി. മറ്റു പുരുഷന്മാരോടൊപ്പമുള്ള ജീവയുടെ വീഡിയോകളായിരുന്നു അവ. അതിൽ അയാളും വിക്കിയുടെ അച്ഛനും ഉൾപ്പെട്ടിരുന്നു. കണ്ടല്ലോ, നീ ഇവിടുന്ന് ഇറങ്ങുന്ന നിമിഷം ഈ വീഡിയോ ഞാൻ നിന്റെ വീട്ടുകാരെ കാണിക്കും. നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ മാത്രമല്ല, എന്റെ വാക്ക് ധിക്കരിച്ചാലും ഞാൻ അതേ ചെയ്യൂ. മകളുടെ സ്വഭാവ ഗുണം കൊണ്ട് അച്ഛനും അമ്മയും ഒരു മുഴം കയറിൽ തൂങ്ങിയാണെന്ന് നിന്റെ കണ്ണുകൊണ്ട് കാണേണ്ടി വരും. എന്തേ വേണോ? അവനൊരു പരിഹാസത്തോടെ ചോദിച്ചു. അവൾ ഞെട്ടിലൂടെ വേണ്ടെന്ന പോലെ അവനെ നോക്കി തല വിലങ്ങനെ വെട്ടിച്ചു. അവളുടെ ആ ഭാവം കാണെ അവനൊരു വിജയശിരിയോടെ അവളെ ബെഡിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അവളിലേക്ക് അമർന്നു. സമയം കടന്നു പോകവേ അങ്ങനെ ഓരോരുത്തർ അവളുടെ ശരീരത്തിലേക്ക് ക്രൂരമായി കാമിക്കാൻ വന്നുകൊണ്ടേയിരുന്നു. പക്ഷെ അതൊന്നും ജീവ അറിഞ്ഞിരുന്നില്ല. ഒരു ശവം പോലെ അവൾ അവർക്കെല്ലാം മുമ്പിൽ കിടന്നു. ദിവസങ്ങളും മാസങ്ങളും ഓടി മറഞ്ഞു. ജീവയുടെ ജീവിതം യാതൊരുവിധ മാറ്റങ്ങളും സംഭവിക്കാതെ അങ്ങനെ തുടർന്നു. ഞാൻ നല്ല കാശിട്ടുടാ, നിങ്ങളോട് ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? വിക്കിയുടെ അച്ഛനായ സാമുലെന്തോ അവനോടായി പറഞ്ഞു തുടങ്ങിയതും വിക്കി അവളുടെ നേരെ അലറി. എന്താടാ അവളോട് നിനക്ക് ഇത്ര സിമ്പതി? ഇതാദ്യമായിട്ടൊന്നല്ലല്ലോ. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ വിൽക്കുന്നല്ലേ പതിവ്. ഇവൾക്ക് മാത്രം എന്താ ഒരു പ്രത്യേകത? പ്രണയാണോ? ആദ്യ രാത്രി മകളിൽ നിന്ന് അറിഞ്ഞ എതിർപ്പിൽ സാമുൽ അവനെ നോക്കിക്കൊണ്ട് പരിഹാസത്തോടെ ചോദിച്ചു. പ്രണയോ? അത് അവളോട്. അവളുടെ ശരീരം അതൊരു ലഹരിയാ, ഒരിക്കലും അടുക്കാത്ത ലഹരി. ഇവളെ നമുക്ക് കൊടുക്കാൻ പപ്പാ, പക്ഷെ സമയമായിട്ടില്ല. അത്രയും പറഞ്ഞ് വന്യമായി ചിരിച്ചുകൊണ്ട് അവൻ സോഫയിൽ നിന്ന് എണീറ്റതും അവന്റെ ഫോൺ റിങ് ചെയ്തു. അവരുടെ സംഭാഷണങ്ങൾ ആ റൂമിൽ നിന്നുകൊണ്ട് ഉൾക്കില്ലത്തോടെ കേൾക്കുകയായിരുന്നു ജീവ. ഇതേ സമയം കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ച ശേഷം വിക്കി സാമുലിന് നേരെ തിരിഞ്ഞു. പാപ്പ, ഒരു എമർജൻസി, ഞാൻ പോവാ. പിന്നെ ഡോർ ലക്ഷ്യമാക്കി നടന്നാൽ പിന്തിരിഞ്ഞെന്തോ പറയാനായി വന്നു. സാമുലിന്റെ മുഖത്തെ കുടിലെന്ന് പറഞ്ഞ ചിരി കണ്ട് അവനും വന്യമായി ചിരിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ പോയതും ഗ്ലാസ്സിൽ അവസാനപ്പേക്കും വായിലേക്ക് അമഴ്ത്തിക്കൊണ്ട് സാമുൽ ഒരു ഭക്ഷണം ചിരിയോടെ വിക്കിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. മുറിയുടെ വാതിൽ തുറന്നുകൊണ്ട് അകത്തേക്ക് കയറാൻ അയാൾ കാലെടുത്ത് വെച്ചു. ജീവ അയാളുടെ തലയിൽ ഫ്ലവർ വേസ് കൊണ്ട് ആഞ്ഞടിച്ചു.
തൊട്ടടുത്ത നിമിഷം ഒരു അലർച്ചയോടെ അയാൾ ബോധം പറഞ്ഞ് നിലത്തേക്ക് വീണുപോയി. താഴെ വീണിടക്കുന്ന അയാളെ നോക്കൂടി ചെയ്യാതെ അവൾ വേഗം തന്നെ അവിടുന്ന് ഇറങ്ങി ഓടി. എന്നാൽ ഹാളിലേക്ക് ഓടി അവൾ ചെന്നിടിച്ചെന്ന് വിക്കിയുടെ ദേഹത്താണ്. ആ നിമിഷം അവളുടെ ശരീരമായ ഭയത്താൽ വിറമുണ്ട്. പിന്നീടുള്ള അവളുടെ 2 രാവും പകലും നരകതുല്യമായിരുന്നു. അവളിലെ പെണ്ണിനെ ക്രൂരമായി പോയിച്ചും അവൻ ആനന്ദം കണ്ടെത്തി. അത്രയും ആഴത്തിൽ മനസ്സും ശരീരം വേദനിച്ചിട്ടും വ്രണപ്പെട്ടിട്ടും ഒരിറ്റു കണ്ണീർ പോലും അവളുടെ കണ്ണിൽ നിന്നും പൊടിഞ്ഞിരുന്നില്ല. കണ്ണീർ പോലും തന്നിൽ നിന്ന് അന്യമായിരിക്കുന്നു എന്ന് അവൾ ആ സമയം തിരിച്ചറിഞ്ഞു. 5 നക്ഷത്ര ഹോട്ടൽ മുറിയിൽ ഏതോ ഒരു കഴുകന് മുമ്പിൽ സ്വന്തം ശരീരം അടിയറവ് ചെയ്യാൻ വേണ്ടി നിർവികാരയായിരിക്കുന്നു ജീവ. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതേ അവൾ വിറയലോടെ ബെഡിൽ നിന്ന് ചാടി എണീറ്റു. പക്ഷെ അപ്പോഴും അവളുടെ ദൃഷ്ടി നിലത്ത് തന്നെ തറഞ്ഞു. മോളെ ഇങ്ങോട്ട് വാടി. പോലീസ് യൂണിഫോം ധരിച്ച ഏതൊരു സ്ത്രീ വന്ന് അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അലറി. സ്ത്രീ ശബ്ദങ്ങൾക്ക് ജീവൻ ഞെട്ടലോടെ അവരെ മുഖമുയർത്തി നോക്കി. അവർ യാതൊരുവിധ ദയം കൂടാതെ അവൾ പിടിച്ചു വലിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. എന്താ ചേച്ചി ഇത്? ഈ രാത്രി ഒരു പെൺകുട്ടിയെ? ഇമ്മോറൽ ട്രാഫിക്കാ സർ. പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്ന ഡെലൻ ബെഞ്ചിലായി തലകുമ്പിട്ടിരിക്കുന്ന ജീവയെ കാണെ സംശയത്തോടെ ചോദിച്ചു. ആ ലേഡി കോൺസ്റ്റബിൾ ജീവയെ നോക്കി പല്ലടിച്ചു പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. അവരുടെ സംസാരം എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും അവൾ ആരെയും മുഖമുയർത്തി നോക്കിയില്ല. പക്ഷെ തന്റെ മുമ്പിലായി ആരോ വന്നു നിൽക്കുന്നതായി തോന്നിയതും അവൾ മെല്ലെ മുഖമുയർത്തി മുന്നിലേക്ക് നോക്കി. ആദ്യം അവളുടെ കണ്ണുകളുടക്കിയത് അവന്റെ പേരിലായിരുന്നു, ഡെലൻ സ്കറിയ ഫിലിപ്പ്. അവൾ ആ പേരിലേക്ക് തന്നെ അല്പസമയം ഉറ്റുനോക്കിയിരുന്നു. ആ സമയം അവൻ അവളെ നോക്കിക്കാണുകയായിരുന്നു. ക്ഷീണിച്ചു മെലിഞ്ഞൊരു കോലം, കറുപ്പ് പടർന്ന കൺതടങ്ങൾ, ചോര പൊട്ടി കല്ലിച്ച് കിടക്കുന്ന ചുണ്ട്, കഴുത്തിലും കയ്യിലുമെല്ലാം തിരിഞ്ഞത്ത പാടുകൾ കാണാം. സാധാരണ ഒരു ഇമ്മോറൽ ട്രാഫിക് കേസിൽ പിടിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഭാവങ്ങളല്ല അവളുടെ മിഴികളിൽ തെളിഞ്ഞു കാണുന്നതെന്ന് അവന് മനസ്സിലാക്കി. ഒരുതരം ആശ്വാസം, സമാധാനം, അതാണ് അവളുടെ മുഖത്ത് നിറഞ്ഞേക്കുന്നവന് മനസ്സിലായി. എഴുന്നേൽക്ക്. അവന് ഗാംഭീര്യമാർന്ന ശബ്ദം മുഴങ്ങിയതും അവൾ വേയിച്ചുകൊണ്ടിരുന്നിരുന്ന് മെല്ലെ എണീറ്റു. അവൻ അവളുടെ കൈത്തണ്ടിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവന്റെ ക്യാബിനിലേക്ക് നടന്നു. അവളും മറുത്തൊരു അക്ഷരം പറയാതെ അവനൊപ്പം ചെന്നു. അവളെ തനിക്ക് അഭിമുഖമായുള്ള ചെയറിലേക്ക് ഇരുത്തിയ ശേഷം അവൻ അവന്റെ സീറ്റിലായി പോയിരുന്നു. അവളുടെ നോട്ടം ടേബിളിരിക്കുന്ന കുപ്പിയിലാണെന്ന് കാണെ അവൻ ആ ബോട്ടിൽ അവളുടെ അടുത്തേക്ക് നീക്കി വെച്ചു കൊടുത്തു. ആ നിമിഷം അവൾ നന്ദിയോടെ അവനെ നോക്കിയ ശേഷം ആ കുപ്പിയിലെ മുഴുവൻ വെള്ളം ആർത്തിയോടെ കുടിച്ചേർത്തു. സാബു ചേട്ടാ. അവൾ ആർത്തിയോടെ വെള്ളം കുടിക്കുന്നതാണ് ഡെലൻ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അല്പം ഉറക്കെ വിളിച്ചു. സർ. തൊട്ടടുത്ത നിമിഷം പുറത്തുനിന്നൊരു കോൺസ്റ്റബിൾ അവന്റെ ക്യാബിലേക്ക് കയറുന്നുണ്ട്. അവന് സല്യൂട്ട് ചെയ്തു. എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കണം. വാലറ്റിൽ നിന്നും പൈസ എടുത്ത് സാബുവിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടാവും പറഞ്ഞു. അയാൾ തലയാട്ടി സമ്മതം അറിയിച്ചുകൊണ്ട് ഒന്നുകൂടി അവനെ സല്യൂട്ട് ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരും കൂടി സാബു അകത്തേക്ക് വന്നു. ആ നേരം അവൻ അവളൊന്നും തന്നെ സംസാരിച്ചിരുന്നില്ല. പാഴ്സൽ പൊതി അഴിച്ച് അവനത് അവളുടെ നേർക്ക് നീട്ടിവെച്ചു കൊടുത്തു. തന്റെ മുന്നിലേക്ക് നീണ്ടുവന്ന ആഹാരപ്പൊതി കാണാൻ അവൾ സംശയത്തോടെ അവനെ നോക്കി. അവളുടെ ആ നോട്ടം കാണെ കഴിക്കുന്നവൻ കണ്ണുകൊണ്ട് അവളെ കാണിച്ചു. ആ നിമിഷം അവളുടെ ചുണ്ടിൽ നാളുകൾക്ക് ശേഷം നേരത്തെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ ആർത്തിയോടെ അത് മുഴുവൻ വാരി വലിച്ച് കഴിച്ചു. ആദ്യ പൊതി കഴിച്ചു തീരും മുമ്പ് അവൻ തന്നെ മറ്റേ പൊതിയും തുറന്ന് അവൾക്കുമ്പിലേക്ക് വെച്ചു കൊടുത്തു. അവളത് ആർത്തിയോടെ കഴിച്ചു തീർത്തു. ആഹാരം കഴിക്കുമ്പോഴെല്ലാം അവളുടെ കണ്ണുകൾ നിയന്ത്രണമില്ലാതെ ഒഴുകിക്കൊണ്ടേയിരുന്നു. നന്ദി സർ. 3 ദിവസമായി പട്ടിണിയായിരുന്നു. അയാളുടെ ആ നീജന്റെ അടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചുള്ള ശിക്ഷ. അവൾ കണ്ണീരോട് അവൻ നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവനെ ആ നോട്ടം കാണെ അവൾ പുച്ഛത്തോടെ തന്റെ ബ്ലൗസിൽ കിടന്നിരുന്ന താലിമാല പുറത്തേക്ക് എടുത്തുകൊണ്ട് പറഞ്ഞു. എന്റെ ഭർത്താവ്. അവൾ പറഞ്ഞു കേൾക്കെ അവൻ ഞെട്ടലോട് അവളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. അവന്റെ ആ ഭാവം കാണെ അവൻ നിർബന്ധിക്കാതെ തന്നെ അവൾ അവളുടെ ജീവിതം മുഴുവൻ അവന്റെ മുമ്പിൽ തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും ഡെലൻ വിറങ്ങലിച്ചിരുന്നു പോയി. അവൻ പോലും അറിയാതെ അവന്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീർ അടർന്ന് മേശയിലേക്ക് വീണു. താൻ പൊക്കോ. അല്പനേരത്തെ മൗനത്തിന് ശേഷം ഡെലൻ അവൾ നോക്കി ചിരിയോടെ പറഞ്ഞു. അവൻ പറഞ്ഞിട്ട് അവൾ വിശ്വാസം വരാതെ അവനെ ഉറ്റുനോക്കി. പൊക്കോടോ, കേസൊന്നുമില്ല. അവിടെ ആ നോട്ടം കണ്ട് അവന് ചിരിയോടെ പറഞ്ഞു. ആൾ നന്ദിയോടെ അവനെ നോക്കിയ ശേഷം മെല്ലെ അവിടെ നിന്ന് എഴുന്നേറ്റു. അല്ല, താനെവിടെ പോകും? അത് ഈ രാത്രി? പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ ചോദിച്ചു. ആൾ അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് മങ്ങിയൊരു പുഞ്ചിരി സമ്മാനിച്ചു. ശേഷം ഒന്നും പറയാതെ തിരിഞ്ഞൊരു കാൽ ചുവട് വെച്ചതും അവൾ ബോധമറിഞ്ഞ് നിലത്തേക്ക് വീണു. കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവൾ ചുറ്റിന് വേഗം മിഴികൾ പായിച്ചു. ആരുടെയോ മുറിയിലാണ് താനെന്നറിഞ്ഞു അവൾ ആദ്യം സ്വന്തം ശരീരത്തിലേക്ക് നോക്കി. ഇല്ല, വസ്ത്രങ്ങളെല്ലാം അതേപോലെ തന്നെ ഉണ്ട്. അപ്പോ താനിതെവിടെയാ? അവൾ സ്വയം ചിന്തിച്ചുകൊണ്ട് ചുറ്റൊന്നുകൂടി കണ്ണോടിച്ചതും ഭിത്തിയിൽ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഡെലന്റെ ഫോട്ടോയിൽ അവളുടെ മിഴികളുടക്കി. ആ, ഉണർന്നോ? ഡെലന്റെ ശബ്ദം കേൾക്കെ അവൾ ഞെട്ടിലോടെ അങ്ങോട്ടേക്ക് നോക്കി. അവളുടെ നേർക്കൊരു കപ്പ് കോഫി നീട്ടിക്കൊണ്ട് അവനോട് അടുത്തായി ബെഡിലിരുന്നു. ഡോ, ഞാൻ പറയുന്നത് താൻ ശ്രദ്ധിച്ചു കേൾക്കണം. താൻ പ്രഗ്നന്റാ. വളരെ പതിഞ്ഞ ശാന്തമായ ശബ്ദത്തിൽ ഡെലൻ പറഞ്ഞതും അവളുടെ കയ്യിലെ കപ്പ് വലിയ ശബ്ദത്തോടെ നിലത്തേക്ക് വീണ് ചിതറി. താൻ ഡെസ്പാവരുത്, പിന്നെ ആരുമില്ലെന്ന് കരുതരുത്. ഞാനുണ്ട് തൻ്റെ കൂടെ. പിന്നെ ഇത് തന്നെയും കൂടി വീടാ. ജീവയുടെ മാനസികാവസ്ഥ ഇപ്പോൾ എന്താവും നന്നായിട്ട് അറിയാവുന്ന ഡെലൻ ഓരോന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതൊന്നും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല.
അല്പസമയത്തിന് ശേഷം അവൾ പോലും അറിയാതെ അവളുടെ കൈകൾ അവളുടെ അണിവയറിലേക്ക് നീണ്ടു. ശേഷം മെല്ലെ അവിടെ നിന്ന് തലോടി. അവളുടെ ചെയ്തികൾ കാണി ഡെലനിൽ ആശ്വാസം നിറഞ്ഞു. ഇപ്പോൾ അവൾ തനിയിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. അവനൊരു ചിരിയോടെ ആ മുറി വിട്ടിറങ്ങി. ക്ഷമിക്കുവാവേ അമ്മ, നമുക്ക് പോവാടാ. അമ്മയെ വെറുക്കില്ലേടാ പൊന്നെ. മൗനമായി കുഞ്ഞിനോട് അവൾ മാപ്പപേക്ഷിച്ചു. ശേഷം ബെഡിൽ നിന്ന് മെല്ലെ എണീറ്റുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. ആ പോകുന്ന പോക്കിൽ ഡെലനെ അവിടെയെല്ലാം അവൾ കണ്ണുകൾ കൊണ്ട് പരതി. അവൻ അവിടെയെങ്കിലും കാണാതെ വന്നു. അവൾ ആശ്വാസത്തോടെ നിശ്വസിച്ചുകൊണ്ട് അടുക്കള എവിടെയാണെന്ന് നോക്കിപ്പോയി. അടുക്കളയിൽ കയറി അവൾ അവിടെ മായ മിഴികൾ കൊണ്ടൊന്ന് പരതി. ശേഷം കൗണ്ടർ ടോപ്പിന് മേലിരിക്കുന്ന കത്തി അവൾ തന്റെ കയ്യിലേക്ക് എടുത്തു. വാതിലേക്ക് നോക്കി. ഡലം വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇടത് കൈ തന്റെ മുകളിലേക്ക് കത്തിവെച്ചു. അവിടെ അമർത്താൻ തുടങ്ങിയതും അവൾ നിലത്തേക്ക് വീണിരുന്നു. ആ വീഴ്ചയിൽ അവളുടെ കയ്യിലിരുന്ന കത്തി എങ്ങോട്ടേക്കോ തെറിച്ചു വീണു. എന്താണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയെടുക്കും മുന്നേ അവൾ കേട്ട് ഡലന്റെ അലർച്ചയാണ്. ഭ്രാന്തോടി നിനക്ക്, ഒരു കുഞ്ഞു ജീവന്. അതെ, ഭ്രാന്ത്. ആരുടെ ചോര ഇതിൽ നാമ്പിട്ടെന്ന് പോലും അറിയാത്തൊരു ഭ്രാന്തി. അവൻ ദേഷ്യത്തോടെ പറഞ്ഞതിനു മുന്നേ നിലത്തുനിന്നും പിടഞ്ഞെഴുന്നേറ്റ് സ്വന്തം വയറിലടിച്ചുകൊണ്ട് അവൾ അലറിക്കരഞ്ഞു. ആ പെണ്ണിന്റെ നിസ്സഹായാവസ്ഥ കണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൻ വിറയലോട് അവിടെ അടുത്തേക്ക് ചെന്നു. അവൾ അവനെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് അലറിക്കരഞ്ഞു. അവനെ എന്തു പറഞ്ഞ അവളെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവൾ ഇറുകെ പുണർന്നു നിന്നു. വാ! പള്ളിമുറ്റത്തായി ജീപ്പ് പ്രതികൊണ്ട് ഡലൻ ജീവയോടായി പറഞ്ഞു. അവന്റെ ആ അലർച്ചയിൽ അവൾ പോലും അറിയാതെ അവൾ ആ ജീപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി. അന്ന് അവൾ കൈമുറിക്കാൻ നോക്കിയാൽ പിന്നെ ഡലൻ അവളോട് ഇങ്ങനെ കപടദേഷ്യം ഭാവിച്ച് സംസാരിക്കൂ. അതിന്റെ ഒരു പേടി അവളിലുള്ളത് കൊണ്ട് ഇപ്പോൾ വേണ്ടാത്ത ചിന്തകളിലേക്കൊന്നും അവളുടെ മനസ്സ് പോകുന്നില്ല. പ്രാർത്ഥിക്കുക, മനസ്സൊന്നും തണുക്കട്ടെ. അവൾ ആൾത്താരിക്കുമ്പോഴായി പിടിച്ചിരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൾ എതിർപ്പൊന്നും പറയാതെ അനുസരണയോട് അവരെ നോക്കി തലകുലുക്കി കാണിച്ചുകൊണ്ട് തന്നെ മിഴികൾ മെല്ലെ ചിമ്മി അടച്ചുകൊണ്ട് കൈകൾ കൂപ്പി നിന്നു. എന്നാൽ അവളുടെ മനസ്സാകെ ശൂന്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും പ്രാർത്ഥിക്കാനായി ഇല്ലായിരുന്നു. പെട്ടെന്ന് കഴുത്തിലെന്തോ തണുപ്പ് അനുഭവപ്പെട്ടതും അവൾ തന്നെ മിഴികൾ വെട്ടിച്ചു തുറന്നു. തലകുനിച്ച് നോക്കി അവൾ കാണുന്നത് അവളുടെ മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന മിന്നാണ്. ആ നിമിഷം അവൾ ഞെട്ടലോടെ ഡെലന് മുഖമുയർത്തി നോക്കി. തൊട്ടടുത്ത നിമിഷം അവളുടെ കഴുത്തിലെ താലിമാല പൊട്ടിച്ചെടുത്തുകൊണ്ട് അവൻ നേരെ നിന്നിരുന്നു. ഇനി നീ കരയരുത്, ഞാനുണ്ട് നിന്റെ കൂടെ, മരണം വരെ. ക്രൂശിത രൂപത്തെ നോക്കി കുരിശു വരച്ചു. അവളുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ഉറപ്പോടാവൻ പറഞ്ഞു. ശേഷം അവളുടെ നെറ്റിയിൽ അവൻ അമർത്തി ചുംബിച്ചു. അപ്പോഴൊരു പകപ്പോടെ തറഞ്ഞിൽക്കാനേ ജീവയ്ക്കായുള്ളൂ. ഡെലന്റെ അലർച്ച കേട്ടതും ജീവൻ ഞെട്ടലോടെ തന്റെ ഓർമ്മകളിൽ തിരികെ വന്നു. അവൾ വേഗം തന്നെ ബെഡിൽ നിന്ന് എണീറ്റു. എന്തിനാണ് ഈ മോങ്ങുന്നത്? നിന്റെ കെട്ടിയോൻ ചത്തോ? അവളുടെ കണ്ണീര് നിൽക്കുന്നില്ലെന്ന് കണ്ടതും അവനൊരൊറ്റ അലർച്ച. എന്നാൽ അവന്റെ ആ വാക്കുകൾ കേട്ട് അവളുടെ മിഴികൾ കൂടുതൽ വാശിയോടെ പെയ്തിറങ്ങി. ഇനിയും കണ്ണിറച്ചാലുണ്ടല്ലോ, വല്ലവരും വല്ലവും പറഞ്ഞ് പഴയതോർത്തിന്ന് മോകരുത് ഞാൻ നിന്നോട് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവളുടെ കണ്ണീര് കാണെ ഡലൻ തന്റെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ ശബ്ദമൊന്നും മയപ്പെട്ടതും അവൾ തന്റെ കണ്ണുകൾ അമൃത്തി തുടച്ചുകൊണ്ട് കുഞ്ഞുകുട്ടികളെ പോലെ തലകുമ്പിട്ട് നിന്നു. അവളുടെ ആ നിൽപ്പ് കണ്ട് അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. എന്റെ കുഞ്ഞിനും സങ്കടമായി കാണും. അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ വയറിലമർത്തി മുത്തിക്കൊണ്ട് കുറുമ്പോടവൻ പറഞ്ഞു. അപ്പൊ എനിക്ക് സങ്കടമായതോ? കുഞ്ഞിന് മാത്രം അവൻ മുത്തം കൊടുക്കുന്നതാണ്. അവൾ അവനെ നോക്കി ചുണ്ടികളൊക്കെ ചോദിച്ചു. നിന്നെ ആര് നോക്കുന്നു? ഞാൻ എന്റെ സ്വത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു. അച്ഛയുടെ സ്വത്ത്. ആള് നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം അവൻ കുറുമ്പോട് അവളെ വയറിൽ വീണ്ടും മുത്തിക്കൊണ്ട് വിളിച്ചതും ഒരു തരിപ്പ് അവന്റെ ചുണ്ടിൽ അനുഭവപ്പെട്ടു. ലോകത്തെങ്ങില്ലാത്തൊരു അപ്പനും മക്കളും. എനിക്ക് എന്റെ അമ്മച്ചിയുണ്ട്, നിങ്ങൾ പോവാ മനുഷ്യ. ആളവനെ തള്ളിമാറ്റി കെറുവോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. അവൻ ചിരിയോടെ അവിടെ ആ കെറിവിച്ചുള്ള പോക്ക് നോക്കി അങ്ങനെ നിന്നു. അപ്പോഴേക്കും മുറിയിലേക്ക് ഓടിക്കയറുന്ന ഡെവി ഡലന്റെ ദേഹത്തേക്ക് വലിഞ്ഞു കയറി കഴിഞ്ഞിരുന്നു. പിന്നീട് അപ്പനും മോനും കൂടിയായി യുദ്ധം. മോൻ ഉറങ്ങിയോടാ? മുറിയിലേക്ക് വന്നുകൊണ്ട് അമ്മച്ചി ഡലനോടായി ചോദിച്ചു. ഉറങ്ങിയോ അമ്മച്ചി? അതും പറഞ്ഞ് ശാന്തമായി കിടന്നുറങ്ങുന്ന കുട്ടി കുറുമ്പനെ നെറ്റിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ഡലൻ മെല്ലെ ബെഡിൽ നിന്ന് എണീറ്റു. കുറുമ്പൻ അമ്മച്ചിയുടെ കൂടെ കിടക്കൂ. പക്ഷെ അവന്റെ കണ്ണുകൾ ഉറക്കം പിടിക്കുന്നവരെ അവന് ഡലന്റെ നെഞ്ചിലെ ചൂട് വേണം, അല്ലെങ്കിൽ കുറുമ്പൻ വീട് തിരിച്ചു വെക്കൂ. ശാന്തമായി ഉറങ്ങുന്ന കുഞ്ഞിന്റെ തലയിൽ വാത്സല്യത്തോടും തഴിയ ശേഷം ചെറുചിരിയോടെ അവൻ മുറിവിട്ടിറങ്ങി. ഹാളിൽ വന്ന ഡലൻ കാണുന്നത് ടിവിയിലേക്ക് ഞെട്ടിലോടെ നോക്കിയിരിക്കുന്ന ജീവയാണ്. പ്രധാന വാർത്ത: എറണാകുളം KBC ഫ്ളാറ്റിൽ വിക്കി സാമുൽ എന്ന യുവാവ് കൊല്ലപ്പെടുന്നതിൽ കണ്ടെത്തി. അതേ ഫ്ളാറ്റിൽ തന്നെ വിക്കിയുടെ പിതാവ് സാമുലിന്റെ മൃതദേഹവും കണ്ടെത്തി. വികൃതമായ രൂപത്തിലാണ് ശവശരീരങ്ങൾ കണ്ടെത്തിയത്. ഒരാഴ്ചത്തോളം ടോർച്ചർ ചെയ്തതിൻ്റെതായ മുറിവുകളും മറ്റും കണ്ടെത്തിയതായി പോലീസ് സർജൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ വാർത്ത കേട്ടതും ജീവ തലരിച്ച് ഡലനെ നോക്കി. അവന്റെ മുഖത്ത് അപ്പോൾ വന്യമായ ഒരു ചിരി സ്ഥാനം പിടിച്ചിരുന്നു. ജീവ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. സോഫയിലേക്ക് ചാഞ്ഞിരുന്നുകൊണ്ട് ഓർമ്മകളിലേക്ക് ഊളിയിട്ടു. ഡലൻ മിന്നേറ്റിക്കഴിഞ്ഞ ആകെ ഒരു കുറ്റബോധമായിരുന്നു ജീവക്ക്. താൻ കാരണം ഒരു നല്ല മനുഷ്യന്റെ ജീവനും ജീവിതവും നശിച്ചല്ലോ എന്ന കുറ്റബോധം. പക്ഷെ അതെല്ലാം തച്ചുടച്ച അമ്മച്ചിയായിരുന്നു. സ്വന്തം മോളെ പോലെ അമ്മച്ചി അവളെ പരിപാലിച്ചു. ആ അമ്മയുടെ വാത്സല്യ ചൂടിൽ അവളുടെ മനസ്സിലെ മുറിവുകൾ മെല്ലെ മാഞ്ഞു തുടങ്ങുകയും ചെയ്തു. അമ്മച്ചിയുടെ പരിശ്രമം കാരണം ഡലനും ജീവനും തമ്മിൽ നല്ലൊരു സൗഹൃദം ഉടലെടുക്കുകയും ചെയ്തു.
ഒരു ദിവസം പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ബാൽക്കണിയിൽ ഇരിക്കുമ്പോഴാണ് ഡെലൻ അവളോട് നാട്ടിലേക്ക് പോകുന്ന കാര്യം പറയുന്നത്. അച്ഛനെയും അമ്മയും ഒന്ന് കാണാനേ ഏറെ ആഗ്രഹിച്ചിരുന്നവൾ അപ്പോൾ തന്നെ സന്തോഷത്തോടെ തന്നെ സമ്മതം മൂളി. എന്നാൽ ജീവിയുടെ ആ പ്രതീക്ഷകളും സന്തോഷങ്ങളും എല്ലാം അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ കെട്ടടങ്ങി. ഇറങ്ങി പോടി മൂദേവി, വല്ലവനെയും വിഴുപ്പും ചുമന്ന് വന്നിക്കവള്. നീ ഒരു കാലത്ത് നന്നാവില്ലടി, നശിച്ചു പോകും നീ. വീട്ടിൽ ചെന്ന് താൻ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ ജീവിയുടെ അമ്മ അവളുടെ നേർക്ക് പൊഴിച്ച ശാപവാക്കുകളാണിവ. ആ നിമിഷം നിറകണ്ണുകളോട് അവൾ അച്ഛനെ നോക്കിയപ്പോൾ അദ്ദേഹം മൗനമായിരുന്നുകൊണ്ട് കണ്ണീർ പൊഴിക്കുകയായിരുന്നു. ആ നിമിഷം അവൾ മനസ്സിലാക്കി തന്നേക്കാൾ ഒരു മുഴം മുമ്പ് തന്നെ വിക്കി തനിക്കുള്ള കുരുക്ക് എറിഞ്ഞിരുന്നു എന്ന്. അവന്റെ ആ കുപതിയിൽ സ്വന്തം അച്ഛന്റെ അമ്മയുടെയും മുമ്പിൽ ശരീര സുഖത്തിന് വേണ്ടി ഭർത്താവിനെ വഞ്ചിച്ചവളായി അവൾ മാറി. നാട്ടിൽ നിന്ന് തിരിച്ചു വന്ന ജീവ ആള് നന്നായി മാറിപ്പോയി. അവൾ മേലെ ഡിപ്രഷനിലേക്ക് ഊപ്പുത്തി. ഒരു ഗർഭിണിയാണ് താൻ എന്ന കാര്യം പോലും അവൾ മറന്നുപോയിരുന്നു. പലപ്പോഴും അലറി കരഞ്ഞു, സ്വയം മുറിവേൽപ്പിച്ചു. അവൾ ആശ്വാസം കണ്ടെത്തി. അങ്ങനെ നീണ്ട 5 വർഷങ്ങൾ. ഡെലനും അമ്മച്ചിയും കുട്ടിക്കുറുമ്പനും കൂടെയുള്ളതുകൊണ്ട് മാത്രം അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അല്ല, അവരവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ 1 വർഷം എടുത്തു അവൾക്ക് ഡെലന്റെ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് അംഗീകരിക്കാൻ. എന്താ ചെയ്യുന്നത്? താഴെ ഇറക്ക്, അമ്മച്ചി കാണും. വായുവിൽ ഉയർന്നു പൊങ്ങുന്നറിഞ്ഞാണ് ജീവ ഓർമ്മകളിൽ നിന്ന് തിരിച്ചു വന്ന് അവൾ നോക്കുമ്പോൾ ഡെലൻ അവളെ തന്റെ കൈകളിൽ കോരിയെടുത്ത് പിടിച്ചിരിക്കുകയാണ്. എന്നാൽ അവൾ പറഞ്ഞൊന്നും കേൾക്കാതെ അവളെ കൈകൾ കോരിയെടുത്തുകൊണ്ട് സ്റ്റെപ്പ് ഏറിയാണ് ഡെലൻ. റൂമിൽ കയറി അവൾ മെല്ലെ ബെഡിലേക്ക് ചായച്ചെടുത്തിയ ശേഷം അവൻ പോയി വാതിലടച്ച് കുറ്റിയിട്ടു. അവളുടെ അപ്പുറത്തെ അവൻ ചെന്ന് മലർന്നു കിടന്നു. അവൾ വേഗം തന്നെ അവന്റെ നെഞ്ചിലെ ചൂടിലേക്ക് പതുങ്ങിക്കൂടി. അത് പ്രതീക്ഷിച്ചിരുന്ന പോലെ അവൻ ചിരിയോടെ ഒരു കയ്യാൽ അവൾ ഒന്നുകൂടി തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മറുകയ്യാൽ അവളുടെ വീർത്ത വയറിൽ തലോടി. അല്പനേരത്തെ മൗനത്തിന് ശേഷം ജീവ ഒരു താളത്തിൽ അവനെ വിളിച്ചതും അവൻ അതേ താളത്തിൽ തന്നെ വിളിയേട്ടു. എന്നെ സാധാരണത്തിന്റെ പുറത്തല്ലേ മിന്നി ചാർത്തി ഇച്ചായി, അല്ലാതെ ഇഷ്ടം. അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണീര് അവന്റെ നെഞ്ചിൽ വീണിരുന്നു. ആദ്യമായി പോസ്റ്റിംഗ് കിട്ടിയത് ആലപ്പുഴയിലാണ്. അമ്മച്ചി വിട്ടു വന്ന ദുഃഖത്തില് ആദ്യ ദിവസം നിരാശയോടെ ഓഫീസിലേക്ക് പോകുമ്പോഴാ കിലുവിലെന്ന് കുപ്പിവള ചിതറും പോലെ ഒരു ചിരി കേൾക്കുന്നു. ആരാണെന്നറിയാൻ തിരിഞ്ഞു നോക്കി എന്റെ കണ്ണിൽ ആദ്യം ഉടക്കിയത് നിരതെറ്റി ആ പല്ലിൽ ഗർവോടെ നിൽക്കുന്ന ഒരു കോന്ത്രമ്പല്ല, പിന്നെ ഒരു കുഞ്ഞ് സ്വർണ്ണ ചിമിക്കുകയും. ആള് കൂട്ടുകാരിയോട് കാര്യമായിട്ടെന്നോ പറഞ്ഞ് കിളിയിലെ ചിരിക്കുക. ആളുടെ മുഖം കണ്ടില്ലെങ്കിലും ആ ചിരി എന്നിലേക്കും പടർന്നിരുന്നു. പെട്ടെന്നാണ് അവൾ തിരിഞ്ഞത്. ആ നിമിഷം കരിമുഷി എഴുതിയ ആ മിഴികൾ എന്നെ കൊത്തി വലിച്ചു. ആളുടെ മുടികൾ കൂടി മെല്ലെ തഴുകിക്കൊണ്ട് ചിരിയോടെ ഡെലം പറയവേ. ജീവാവിന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തിക്കൊണ്ട് അവനെ സംശയത്തോടെ നോക്കി. അവളുടെ ആ സംശയം നിറഞ്ഞ നോട്ടം കാണെ അവൻ ചിരിയോടെ അവളെ നെറ്റിൽ അമർത്തി മുത്തിക്കൊണ്ട് തുടർന്നു. പിന്നീട് അവളെ കാണാൻ വേണ്ടി ഞാൻ ആ സ്ഥലത്ത് സ്ഥിരം പോകാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ അടുത്തുള്ള ഒരു ഉണ്ണിക്കണ്ണൻ അമ്പലത്തിലേക്കാണ് അവളുടെ പോക്കുന്നത്. അങ്ങനെ ക്രിസ്ത്യനായി ഞാൻ ഹിന്ദുവായി. ഞാൻ ആ ഉണ്ണിക്കണ്ണനെ കാണുന്ന പേരിൽ എന്റെ പെണ്ണിനെ കാണാൻ പോയി തുടങ്ങി. അങ്ങനെ 1 വർഷം പെട്ടെന്ന് അങ്ങ് ഓടിപ്പോയി. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓരോന്നും കൺമുമ്പിൽ തെളിയുന്ന പോലെ ഒരു ചിരിയോട് അവൻ പറഞ്ഞതും ജീവയുടെ ശ്വാസം ഒന്ന് വിലങ്ങി. അവൾ ഇതിനെ കുറിച്ചാണ് ആരെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നതെന്ന് ഇപ്പോൾ അവൾക്കൊരു ധാരണ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്റെ പ്രണയം അവളോട് തുറന്നു പറയാൻ തീരുമാനിച്ച ദിവസം അവൾ അമ്പലത്തിൽ വന്നില്ല. പിന്നീട് 1 മാസത്തേക്ക് അവളെ കണ്ടില്ല. പിന്നീട് ഞാൻ അവളെ കാണുന്നത് കഴുത്തിൽ ആരുടെയോ താലിമാലയണിഞ്ഞ് നെറ്റിയിൽ സിന്ദൂരവും ചാർത്തി ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ കൈകോർത്തി പിടിച്ചുകൊണ്ട് ഉണ്ണിക്കണ്ണനെ പ്രാർത്ഥിക്കാൻ വരുന്ന. ചങ്ക് തകർന്നുപോയി. പക്ഷേ എന്റെ പെണ്ണിനെ ഞാൻ ഒരിക്കലും ശപിച്ചില്ല. സന്തോഷമായി സമാധാനമായിട്ട് അവൾ ജീവിക്കട്ടെ എന്ന് ആ ഉണ്ണിക്കണ്ണനോട് ഞാൻ മനമുരുകി പ്രാർത്ഥിച്ചു. പിന്നെ ആലപ്പുഴയിൽ നിൽക്കാൻ എനിക്ക് തോന്നിയില്ല. ട്രാൻസ്ഫർ വാങ്ങി സ്വന്തം നാട്ടിൽ ഇങ്ങ് എറണാകുളത്തേക്ക് വന്നു. 2 മാസങ്ങൾക്ക് ശേഷം അവളെ ഞാൻ വീണ്ടും കണ്ടു. ഇമോറൽ ട്രാഫിക് കേസിൽ പിടിച്ചൊരു പെൺകുട്ടിയായി. ഡെലം പറഞ്ഞിരുത്തിയും ജീവ പകപ്പോടെ അവനിൽ നടന്നു മാറി. ഇച്ചായി ആൾ വിറയിലോടെ വിശ്വാസം വരാതെ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവനെ വിളിച്ചു. എന്നാൽ അവന്റെ ആ നിറഞ്ഞ കണ്ണുകൾ അവൾക്ക് കാട്ടിക്കൊടുത്തു. അവൻ പറഞ്ഞില്ല സത്യം. ഉള്ളിലെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയാതെ അവൾ ആ കുഴഞ്ഞു. ശേഷം വിറയിലോടെ അവൾ അവന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അവൾ പിന്മാറാൻ തുടങ്ങിയതും അവൻ അവളുടെ ചുണ്ടുകളെ നുകർന്നു. ഏറെ നേരത്തിന് ശേഷം അവൾക്ക് ശ്വാസം വിലങ്ങിയപ്പോൾ അവൻ അവളെ മെല്ലെ മോചിപ്പിച്ചു. ഐ ലവ് യു പെണ്ണേ. ഡെലൻ അവളുടെ നെറ്റിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് നിറമിഴികളോടെ മനസ്സ് നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. അതിനെടിയുച്ചായി. ജീവനാണത്തോടെ അവനെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. വാവേ അത്. അവനവളുടെ വയറിൽ മെല്ലെ തലോടിക്കൊണ്ട് എന്തോ പറഞ്ഞു തുടങ്ങിയതും അവൾ ഉയർന്നു ചെന്നുകൊണ്ട് അവന്റെ അധരങ്ങൾ അമർത്തി നുണയാൻ ആരംഭിച്ചു. പുറത്തപ്പോൾ കാലം തെറ്റി ഭൂമിയുടെ പ്രണയിനിയായ മഴ ഭൂമിയിലേക്ക് ആർത്തലച്ചു പെയ്യാൻ തുടങ്ങിയിരുന്നു. ഇച്ചായുടെയും അവന്റെ ജീവപ്പെണ്ണിന്റെയും പ്രണയത്തിന് സാക്ഷ്യം വഹിക്കാനെന്ന വണ്ണം.